അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരു നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് പങ്കുവയ്ക്കുവാൻ ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പ്രിയ ജോസഫ് ഡേവിഡ് അവറുകളാണ്. തന്റെ ജീവിതത്തിൽ ദൈവം നടത്തിയ അസാധാരണമായ ചില അനുഭവങ്ങൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുന്നു. അബുദാബിയില് BMW കമ്പനിയുടെ ഉദ്യോഗസ്ഥനായി സേവനമനുഷ്ഠിച്ചു കൊണ്ടിരുന്ന ഒരു പ്രിയപ്പെട്ടവന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് അസാധാരണ അനുഭവങ്ങളാണ് നമുക്ക് കേൾക്കുവാൻ പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ സാധാരണ ആൾക്കാർക്ക് ഉണ്ടാകാത്ത ഒരുപാട് അത്ഭുത അനുഭവങ്ങളിലൂടെ ഈ പ്രിയപ്പെട്ടവൻ ജീവിതത്തിൽ കടന്നു പോകുവാൻ ഇടയായി തോന്നുന്നു. തന്റെ അനുഭവങ്ങൾ, ഓർമ്മകൾ, ജനനം മുതൽ ഇന്നേ വരെ നടത്തിയ അത്ഭുതകരമായ ദൈവത്തിന്റെ പദ്ധതികളെക്കുറിച്ച്, വഴികളെക്കുറിച്ച് നമ്മോടൊപ്പം പങ്കുവയ്ക്കുന്നു. ആകയാൽ നമുക്ക് എവർക്കും ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. അത് പ്രേക്ഷകർക്ക് വേറിട്ടൊരു അനുഭവമായിരിക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പിലൂടെ ഞങ്ങളെ മെസ്സേജ് ആയിട്ട് വിവരം അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രേക്ഷകർക്ക് വേണ്ടി വിശിഷ്യാൽ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ നടക്കുന്ന അരോമ ടിവിയിൽ സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പമുള്ളതായ പ്രാർത്ഥനയിൽ സംബന്ധിക്കുവാൻ നിങ്ങൾക്കും അവസരമുണ്ട്. ആകയാൽ ഈ വിലയേറിയ അവസരങ്ങൾ നിങ്ങൾ തക്ക സമയത്ത് പ്രയോജനപ്പെടുത്തുക. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. തുടർന്ന് കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പ്രിയ ജോസഫ് ഡേവിഡ് അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ ക്ഷണിച്ചോളൂ. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എനിക്ക് അരോമ ടിവിയിൽ ഒരു അനുഭവ സാക്ഷ്യം പറയുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ നല്ല അവസരത്തെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. അനേകം പേർക്ക് ഇങ്ങനെ ആഗ്രഹിച്ചിട്ട് ലഭിക്കാതിരുന്നപ്പോൾ എനിക്ക് നമ്മുടെ കൊല്ലത്തായിരിക്കുന്ന ജനാർദ്ദനൻ പാസ്റ്റർ മുഖാന്തരം എനിക്ക് ഇങ്ങനെ എന്നെ വിളിക്കുവാനും ഇന്ന് ഈ അനുഭവ സാക്ഷ്യം പറയുവാനും ആ ലഭിച്ച സമയത്തെ ഓർത്ത് നന്ദിയോടെ ഞാൻ എൻ്റെ സ്നേഹവും സന്തോഷവും പ്രത്യേക അരോമ ടിവിക്ക് വേണ്ടി ഞാൻ അറിയിക്കുന്നു. എൻ്റെ പേര് ജോസഫ് ഡേവിഡ് എന്നാണ്. എന്നെ നാട്ടുകാരും വീട്ടിലുള്ളവരും എന്നെ അടുത്തറിയുന്നവരുമൊക്കെ എന്നെ യൂജിൻ എന്ന് വിളിക്കും. കൃപയാൽ ഇന്ന് ഞാനൊരു ദൈവ പൈതലായി മാറുവാൻ സ്വർഗത്തിലെ ദൈവം എന്നെ സഹായിച്ചു. ഞാന് ട്രിവാൻഡ്രത്തിൽ നിന്ന് 21 കിലോമീറ്റർ തെക്ക് മാറി ഏകദേശം നമ്മുടെ നിങ്ങളെല്ലാം അറിയുന്ന പോലെ തുമ്പ VSS കേന്ദ്രമുണ്ടോ ആ റൂട്ടിലാണ്, തീരദേശത്താണ് എൻ്റെ സ്വദേശം. കഠിനംകുളം പുതുക്കുറിച്ചി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ ആയിരിക്കുന്നത്. ഷാർവൺ ഫെലോഷിപ്പിന്റെ കൂടെ ചേർന്ന് ഒരു ചെറിയൊരു കൂട്ടായ്മയായി ഇവിടെ ഏകദേശം 3 വർഷമായി ഇവിടെ കടന്നു പോകുന്നു. എനിക്ക് ഭാര്യയും, ഭാര്യയുടെ പേര് സോണിയ, എനിക്കൊരു മകനുണ്ട് ബ്ലസൻ ജോസഫ്. അങ്ങനെ ഞങ്ങൾ കുടുംബമായി കർത്താവിന്റെ വേലയിൽ 3 വർഷത്തോളമായി ഈ ദേശത്ത് ആയിരിക്കുന്നു. അനേക നാളുകൾ ഞാന് ഗൾഫിന്റെ ദേശത്തായിരുന്നു. എന്നാൽ ഞാനൊരു കത്തോലിക്ക കുടുംബത്തിലാണ് ജനിച്ചത്. എൻ്റെ മാതാവിനും പിതാവിനും 6 മക്കളാണ്. അതിൽ ഏറ്റവും ഇളയവനായി ഞാൻ ജനിപ്പാനിടയായി. അതിലൊരു വലിയ സംഭവമുണ്ട്. എൻ്റെ മാതാവ് 5ാമത്തെ പ്രസവത്തിൽ ഡോക്ടർ പറഞ്ഞു യൂട്രസിന് വളരെ ബലഹീനമാണ്, അതുകൊണ്ട് ഇനിയൊരു പ്രസവം പാടില്ല എന്ന് പറഞ്ഞു. എൻ്റെ മാതാവും പിതാവും ആ സമയത്ത് ശ്രീലങ്കയിലാണ്. ഫാദറിന് ശ്രീലങ്കയിലായിരുന്നു ജോലി. അങ്ങനെ പറഞ്ഞ ആ കാലഘട്ടങ്ങളിലൊക്കെ നമുക്കറിയാം, ഇന്നത്തെ പോലെ വലിയ ടെക്നോളജി ഒന്നും ഉള്ള സമയങ്ങളല്ല. എൻ്റെ ജ്യേഷ്ഠന്മാരെ എല്ലാം ഭവനങ്ങളിലാണ് അന്ന് പ്രസവിച്ചിരുന്നത്. ഹോസ്പിറ്റലിലൊക്കെ പോക്ക് വളരെ കുറവായിരുന്നു. എന്നാൽ എൻ്റെ സമയമായപ്പോൾ ഹോസ്പിറ്റലിലേക്കൊക്കെയാണ് നടന്നത്. 5ാമത്തെ പ്രസവം എനിക്ക് നേരെ മുമ്പേ ഉള്ള ഒരു ബ്രദർ എൻ്റെ പ്രസവത്തോടു കൂടി അന്നത്തെ അവരുടെ അറിവനുസരിച്ച് അവർ പ്രസവം നിർത്തിയതാണ്. എന്നാൽ ഞാൻ വീണ്ടും ഉദരത്തിൽ ഉരുവാകുവാൻ തക്കവണ്ണം ഇടയായി.
അത്ഭുതമെന്ന് പറയട്ടെ, തിരുവചനം നാം വായിക്കുന്നത് പോലെ നീ ഉദരത്തിൽ ഇരുന്നപ്പോൾ തന്നെ കർത്താവ് എന്നെ അറിഞ്ഞു, നീ പിണ്ഡാകാരമായിരുന്നപ്പോൾ ഞാൻ നിന്നെ അറിഞ്ഞു എന്നാണ് നാം തിരുവചനത്തിൽ വായിക്കുന്നത്. അങ്ങനെ ഞാൻ ഏകദേശം ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ പിതാവ് ഇത് അറിയുവാനിടയായി. അങ്ങനെ പിതാവിന് മനസ്സിലായി, ഇങ്ങനെ ആകരുതെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ പ്രിയ മാതാവിനെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് കടന്നുപോയി എന്നെ അബോർഷൻ ചെയ്യുവാൻ തക്കവണ്ണം അവിടെ സംസാരിപ്പാനിടയായി. ഡോക്ടർ പറഞ്ഞില്ല, അത് സമയം കഴിഞ്ഞു പോയി, ഇനി ഒന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മാതാവ് എന്നോടുള്ള സ്നേഹം കൊണ്ട്, അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ നശിപ്പിക്കുന്ന, എൻ്റെ മാതാവ് നന്നായി പ്രാർത്ഥിക്കുന്ന ഒരു മാതാവായിരുന്നു. കത്തോലിക്കയിലാണെങ്കിലും അവരുടേതായിട്ടുള്ള വിശ്വാസത്തിൽ നിന്നുകൊണ്ട് ഒരു പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമായിരുന്നു. അങ്ങനെ എൻ്റെ മാതാവ് എന്നെ നേരുവാനിടയായി, ഒരു നേർച്ചയായി നേർന്നു. എനിക്ക് ഈ പൈതലിനെ ജീവനോടെ തരികയാണെങ്കിൽ ഞാനൊരു പുരോഹിതനാക്കാമെന്ന് പറഞ്ഞ് എൻ്റെ മാതാവ് എന്നെ അവിടെ നേർന്നു. പിന്നത്തതിൽ മാസങ്ങളെല്ലാം തികഞ്ഞ് എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ മാതാവിന് അറിയാം, ഒന്നുകിൽ ഞാൻ മരിക്കും അല്ലെങ്കിൽ പൈതൽ മരിക്കും എന്നുള്ള ഒരു ചിന്തയിലായിരുന്നു മാതാവ്. അടുത്ത വേണ്ടപ്പെട്ട ഒരു ബന്ധുവിനെ വിളിച്ചു കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, അന്ന് അവർ ശ്രീലങ്കയിലാണല്ലോ, പറഞ്ഞു, ഈ ശ്രീലങ്കയിൽ ശ്രീലങ്കയിൽ നിന്ന് എൻ്റെ കുഞ്ഞുങ്ങളെ ഇന്ത്യയിലേക്ക് കൊണ്ടുപോകണം. ഇന്ത്യയാണ് എൻ്റെ ദേശം, എൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ അവിടെയുണ്ട്. ഏതെങ്കിലും കാരണവശാൽ ഞാൻ മരണപ്പെടുവാൻ ഇടയാകുകയാണെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളെ നീ നോക്കണമെന്ന് പറയുവാനിടയായി. അങ്ങനെ ഞങ്ങളുടെ ആ ഡോക്യുമെന്റ്സ് എല്ലാം ഏൽപ്പിച്ചു. ഞങ്ങളുടെ ഒരു ആന്റിയെ ഏൽപ്പിക്കുവാനിടയായി. എൻ്റെ മാതാവും പിതാവും വളരെ പ്രയാസപ്പെട്ടു. കാരണം അങ്ങനെ സംഭവിച്ചാൽ എന്തായി തീരും എന്നറിയത്തില്ല. എൻ്റെ ഫാദർ പോയി പറഞ്ഞു, ഡോക്ടറെ, കുഞ്ഞും പോയാലും സാരമില്ല, ആ പ്രിയപ്പെട്ടവളെ എനിക്ക് കിട്ടണം. കാരണം ബാക്കി 5 കുഞ്ഞുങ്ങളുണ്ട്. അവരുടേതായ സ്ഥിതി നോക്കി അങ്ങനെ പറയുവാനിടയായി. ഞാനത് പോട്ടെ, സാരമില്ല എന്നവർ കരുതി കാണും. എന്നാൽ യിരെമ്യാവിന്റെ പുസ്തകം വായിക്കുന്ന പോലെ അതിന്റെ 1:5 എഴുതിയിരിക്കുന്നു, ഞാൻ നിന്നെ അറിഞ്ഞു, ഉദരത്തിൽ അറിഞ്ഞ ദൈവമാ. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. ഭൂമിയിൽ ഒരു മനുഷ്യൻ നമ്മെ നശിപ്പിക്കാൻ നോക്കിയാൽ സ്വർഗത്തിലെ ദൈവം അത് കരുതിക്കൊള്ളുന്ന ദൈവമാ. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. ദൈവം എന്നെ കണ്ടു, അവന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന നാം 139 സങ്കീർത്തനത്തിൽ വായിക്കുന്നത്. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. ഞാൻ ഡെലിവറി ടൈമായി. എല്ലാവരും ഹോസ്പിറ്റലിന്റെ വെളിയിൽ കാത്തു നിൽക്കുന്നു. ആരുടെയെങ്കിലും ഒരു മരണം വരുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് അന്ന് അവർ ഹോസ്പിറ്റലിന്റെ ആ വാതിൽക്കൽ നിൽക്കുന്നത്. അങ്ങനെ മണിക്കൂറുകൾ കഴിഞ്ഞു. എന്നെ ഡെലിവറി കഴിഞ്ഞു. പിന്നെയും മണിക്കൂറുകൾ കഴിഞ്ഞു. അമ്മയ്ക്കും മോനും യാതൊരു കുഴപ്പവുമില്ലാതെ, ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറയുവാനിടയായി. ഡോക്ടർ വെളിയിൽ എന്ന് പറഞ്ഞ് നിങ്ങളെ സമാധാനപ്പെടുക, വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല എന്ന് പറയുവാനിടയായി. അങ്ങനെ 2-3 ദിവസങ്ങൾക്ക് ശേഷം എൻ്റെ മാതാവ് വളരെ സന്തോഷത്തോടുകൂടി ഭവനത്തിൽ വരുവാനിടയായി. അങ്ങനെ എൻ്റെ മാതാവ് അവിടെ ഉള്ളവരോടെല്ലാവരും പറയുവാനിടയായി, ഞാൻ ഇവനെ ഒരു പുരോഹിതനാക്കുവാൻ, കാരണം കത്തോലിക്ക വിശ്വാസ പ്രകാരം അവരുടെ ഒരു വൈദികനാക്കുവാൻ വേണ്ടി നേർന്നതാണ്. അങ്ങനെ എന്നെ കുഞ്ഞുനാൾ മുതൽ അവരുടേതായ പ്രാർത്ഥനകളെല്ലാം പഠിപ്പിച്ചു. അങ്ങനെ എന്നെ ഒരു ഭക്തനായി എന്നെ വളർത്തുവാൻ ഇടയായി. എന്നിട്ട് എന്നോട് വളർന്നു വരുന്നതോറും പറഞ്ഞു, നീ ഒരു പുരോഹിതനാകേണ്ട ആളാണ്, അതുകൊണ്ട് നീ അതിൽ ഒരുങ്ങിക്കൊള്ളുക എന്ന് പറയുവാൻ ഇടയായി. പക്ഷെ എനിക്ക് എന്തോ അതിനോടൊരു വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. ഞാൻ എൻ്റെ മാതാവിനോട് പറയാനിടയായി, എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് താല്പര്യമില്ല, എനിക്ക് പുരോഹിതനാകണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഒരു ബന്ധുവിന്റെ നിർബന്ധ പ്രകാരം എൻ്റെ മാതാവ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിനക്ക് താല്പര്യമില്ലെങ്കിൽ നീ പോകണ്ട, താല്പര്യമില്ലാതെ ദൈവിക വേല ചെയ്താൽ അത് ശാപമായി മാറും, അതുകൊണ്ട് നീ പോകണ്ട എന്ന് പറയുവാനിടയായി. അങ്ങനെ അത്ഭുതം എന്ന് പറയട്ടെ, അതിൽ നിന്ന് പിന്തിരിഞ്ഞു. എന്നാലും എൻ്റെ മാതാവ് എന്നെ വിട്ടില്ല. എന്നെ എല്ലാ ദിവസവും പള്ളിയിലേക്ക് ചെല്ലുവാനും പ്രാർത്ഥനകൾ ചൊല്ലുവാനും ഒക്കെയും
എന്നെ പ്രേരിപ്പിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ ഹൈസ്കൂളിൽ കടക്കുന്നതിന് മുൻപ് തന്നെ ഞങ്ങൾ കടന്നു പോകുന്നതായ കത്തോലിക്ക പള്ളിയില് അൽത്താര ബാലനായി എന്നെ ശുശ്രൂഷയ്ക്ക് ഏൽപ്പിച്ചു. അങ്ങനെ 3-4 വർഷക്കാലം ഞാൻ അൽത്താര ബാലനായി അവിടെ ശുശ്രൂഷിപ്പാൻ തക്ക ഇടയായി. കാരണം അതൊരു ശുശ്രൂഷയായിട്ടാണ് എൻ്റെ മാതാവ് കണ്ടിരുന്നത്. കാരണം ഒരു പുരോഹിതനാക്കണം അവൻ ആഗ്രഹമില്ലെങ്കിലും അവനൊരു ഭക്തനായി തീരണമെന്ന് എൻ്റെ മാതാവ് നന്നായി ആഗ്രഹിച്ചിരുന്നു. കാരണം ഞാൻ മരണപ്പെട്ടു പോകേണ്ട ഒരാളാണല്ലോ. അതുകൊണ്ട് ആ മരണത്തിന്റെ നിന്ന് ജീവനെ നൽകിയത് എൻ്റെ അമ്മയ്ക്കറിയാം ദൈവമാണ് എന്താ അറിയാം. അതുകൊണ്ട് അവരെ ആ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എനിക്കത് പിന്നത്തേതിൽ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. അത്ഭുതം എന്ന് പറയട്ടെ, ഞാൻ ഹൈസ്കൂളിലായി. അത് കഴിഞ്ഞ് ഞാൻ SLC വരെ പഠിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ ഇലക്ട്രിക്കൽ ഫീൽഡിലേക്ക് തിരിഞ്ഞു. അത് കുറെ നാളിന് ശേഷം ഞാൻ ബോംബെയുടെ ദേശത്തേക്ക് പോയി. അവിടെ നിന്ന് ഗൾഫിന്റെ സ്ഥലത്തേക്ക് പോകുവാൻ ഇടയായി. ഞാൻ 89-90 കാലയളവിൽ ഗൾഫിന്റെ സ്ഥലത്തെത്തി. അവിടെയും ഞാൻ കടന്നുപോയി. അവിടെയുള്ള ചർച്ചുമായിട്ടൊക്കെ കടന്നുപോയി. ഞങ്ങൾ പോയി 6 പേര് കൂടിയാണ് അബുദാബി ചർച്ചിൽ നിന്ന് അവിടെ ഒരു കരസ്മ എന്ന് പറഞ്ഞ് കരസ്മാറ്റിക് മീറ്റിംഗ് ഞങ്ങൾ ആരംഭിക്കുന്നത്. ഞങ്ങൾ 6 പേര് കൂടിയിട്ടാണ്. ഇന്ന് 100 കണക്കിന് ആൾക്കാർ അവിടെയുണ്ട്. കാരണം അന്ന് ഭക്തരായ ചില ആൾക്കാർ കൂടിയിട്ടാണ് ഞങ്ങൾ അവിടെ തുടങ്ങിയത്, വളരെ വിശ്വാസത്തോടു കൂടി. അല്ലെങ്കിൽ ഞാൻ നല്ല ആക്റ്റീവായി അവിടെ കടന്നുപോയി. അങ്ങനെ കടന്നുപോയി ആ ജോലിയോടുള്ള ബന്ധത്തിലാണല്ലോ. അങ്ങനെ കടന്നുപോയി ജോലിക്കുമൊക്കെ പോകും. തിരിച്ചു വന്ന് ബാക്കി കിട്ടുന്ന സമയമില്ല ഈ പള്ളിയുമായിട്ടുള്ള ബന്ധത്തിൽ അങ്ങനെയുള്ള ശുശ്രൂഷകളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു പോയി. അപ്പോൾ തന്നെ ഞാൻ നാട്ടിലായിരിക്കുമ്പോൾ കോങ്കോട്രം പ്ലെയർ ആയിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കത്തോലിക്ക പള്ളിയിലെ കൊയർ വായിക്കുമ്പോൾ കൊയറിൽ ഞാൻ കോങ്കോട്രം വായിക്കുന്ന ആളായിരുന്നു. അപ്പൊ അതും മ്യൂസിഷ്യനുമായിട്ടൊക്കെ ഒത്തിരി ബന്ധമുള്ളത് കൊണ്ട് അങ്ങനെ ഒരു ശുശ്രൂഷയോടെ എനിക്ക് അവിടെ ചെയ്യുവാൻ കഴിഞ്ഞു. അങ്ങനെ ഞാൻ വളരെ സന്തോഷത്തോടെ കടന്നു പോകുമ്പോൾ ഞാനൊരു വ്യക്തിയെ പരിചയപ്പെടുവാൻ ഇടയായി. അദ്ദേഹത്തിന്റെ പേര് കർത്താവിന്റെ ദാസൻ വർഗീസ് തോമസ് എന്നാണ്. എയർപോർട്ട് ബാബു എന്ന് അറിയപ്പെടും. അദ്ദേഹത്തെ പരിചയപ്പെടുവാൻ ഇടയായി. അദ്ദേഹം എന്നോട് വളരെ സ്നേഹത്തോടുകൂടി സൗമ്യതയോടുകൂടി സംസാരിക്കാൻ ഇടയായി. ഞങ്ങളുടെ സ്നേഹബന്ധം അങ്ങനെ നാൾക്ക് നാൾ വളർന്നു വന്നു. ഞാൻ അദ്ദേഹത്തിന്റെ ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ അദ്ദേഹത്തിന്റെ ഭവനത്തിൽ പലപ്പോഴും ആയിരിക്കാൻ ഒക്കെയും കഴിഞ്ഞു. കുറെ നാൾ അവരുടെ കൂടെയൊക്കെ താമസിക്കുവാൻ കഴിഞ്ഞു. അപ്പൊ എന്നെ വളരെ സ്ലോലി എന്നോട് കർത്താവിനെ കുറിച്ച് പറയുവാൻ ഇടയായി. എന്നോട് പറഞ്ഞു, സഹോദര, ഇന്നതാണ് നമ്മുടെ യേശു ക്രിസ്തു ആരായിരുന്നെന്ന് അറിയാമോ? യേശു ക്രിസ്തു ആർക്ക് വേണ്ടിയാ മരിച്ചതെന്ന് അറിയാമോ? എങ്ങനെ യേശു ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കണം, എങ്ങനെ അവനെ ആരാധിക്കണം, എങ്ങനെ ആരാധിച്ചാൽ കർത്താവിന് അത് സന്തോഷമായി തീരും, ഇത്യാദി കാര്യങ്ങളൊക്കെ എന്നോട് പറയുവാൻ ഇടയായി. ഞാൻ ആദ്യമൊന്നും ചെവിക്കൊണ്ടില്ല. കാരണം എൻ്റെ മാതാവിന്റെ ഫസ്റ്റ് കസിൻ ഇവിടുത്തെ ഒരു പുരോഹിതനാണ്. ഇവിടുത്തെ ഒരു രൂപതയിലെ ഒരു വലിയ ആളാണ്. ഞങ്ങളുടെ ആ കുടുംബത്തിന് അനേക കന്യാസ്ത്രീമാരുണ്ട്. അങ്ങനെയൊക്കെ ഞങ്ങൾ വളരെ മഹനീയമായ കുടുംബത്തിൽ നിന്ന് ഈ പെന്തക്കോസിലേക്ക് ഒരു മാറ്റം ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചതല്ല. ഞാൻ ഇതൊക്കെ കേട്ടിരുന്നു, ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ക്രമേണ വളരെ സ്ലോയിലാണ്. എനിക്കത് വളരെ സന്തോഷം തോന്നി. കാരണം ഇന്ന് പല ദൈവദാസന്മാരും ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് സുവിശേഷം പറഞ്ഞ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അവൻ മാറണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാലയളവിലാണ്. അന്ന് അദ്ദേഹം, ഈ വർഗീസ് തോമസ് ബാബു എന്ന് പറയുന്ന അദ്ദേഹം, വളരെ സൗമ്യനായും വളരെ സ്ലോയിൽ ഓരോ കാര്യങ്ങളും എന്നോട് ക്രമേണ പറഞ്ഞുകൊണ്ടിരുന്നു. ഞാനത് കേട്ട് സൈലന്റ് ആയിരുന്നു. എനിക്ക് ആദ്യമൊന്നും മനസ്സിലായില്ല. പക്ഷെ ക്രമേണ എനിക്ക് അവരോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കുവാനും കാര്യങ്ങൾ മനസ്സിലാകുവാനും തുടങ്ങി. അങ്ങനെ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട വൈഫ് റാണി വർഗീസ് എനിക്കൊരു വേദപുസ്തകം കൊണ്ട് തരുവാനിടയായി. കൃപയാല് ഇന്നും ഞാൻ ആ വേദപുസ്തകമാണ് ഉപയോഗിക്കുന്നത്. ഇദ്ദേഹം പറഞ്ഞതായ ആ വാക്യങ്ങളെല്ലാം ഞാനിത് സത്യമാണോ എന്ന് അറിയുവാൻ വേണ്ടി ഈ തന്ന വേദപുസ്തകം എടുത്ത് നോക്കി. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ അതിൽ ഇദ്ദേഹം പറഞ്ഞതായ കാര്യങ്ങളെല്ലാം കറക്റ്റാണ്, ദൈവവചനങ്ങളെല്ലാം കറക്റ്റാണ് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സ്നേഹിതന് ഇങ്ങനെ കടന്നു വന്ന് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, പെന്തക്കോസുകാരാ, അവര് ഈ പലതും പറഞ്ഞ് നിങ്ങളെയൊക്കെ ബ്രെയിൻ വാഷ് ചെയ്ത് അവര് ആളെ കൂട്ടാൻ വേണ്ടിയൊക്കെ നടക്കും. അതുകൊണ്ട് വളരെ വളരെ സൂക്ഷിക്കണമെന്ന് എന്നോട് പറയുവാനിടയായി.
എന്നിട്ട് എന്നോട് പറഞ്ഞു അവരുടെ ബൈബിൾ വേറെയാ, നമ്മുടെ ബൈബിൾ വേറെയാ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അദ്ദേഹത്തിൽ നിന്ന് നമ്മുടേതായിട്ടുള്ള ഒരു ബൈബിള് വായിക്കുവാൻ, കത്തോലിക്ക ബൈബിൾ വായിക്കുവാൻ ഇടയായി. എന്നിട്ട് ഇദ്ദേഹം പറഞ്ഞ അതേ വാക്യങ്ങളെല്ലാം ഞാൻ കത്തോലിക്ക ബൈബിളിൽ ചെക്ക് ചെയ്തപ്പോൾ അതുപോലെ എഴുതിയിരിക്കുക. ശൈലിക്ക് ചെറിയ ശകലം വ്യത്യാസം എന്നല്ല, അത് വാക്യങ്ങളെല്ലാം അതുപോലെ തന്നെ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇദ്ദേഹം പറഞ്ഞതാണ് കള്ളത്തരം, ഞങ്ങളുടെ ദൈവദാസൻ പറഞ്ഞത് കള്ളത്തരമല്ലെന്ന് എനിക്ക് മനസ്സിലായി. കാരണം അദ്ദേഹം പറഞ്ഞ അതേ വേദപുസ്തകം അദ്ദേഹത്തിന്റെ ബൈബിളിലും തന്ന ബൈബിളിലും ഉണ്ട്, കത്തോലിക്ക ബൈബിൾ വായിച്ചപ്പോൾ അതുപോലെ ഉണ്ട്. അങ്ങനെ കാലക്രമേണ ഞാന് ആ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി വന്ന് കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിന് ഇങ്ങനെ ഹൃദയം കൊടുക്കുവാനും തുടങ്ങി. പെട്ടെന്നൊന്നുമല്ല, ഇച്ചിരി നാളുകൾ എടുത്തു പൂർണ്ണമായി ഞാൻ വിട്ടുവരുവാൻ. കാരണം അദ്ദേഹം വളരെ സ്ലോലിയാ പറയുന്ന കാര്യം. അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തെയും വിടാൻ വയ്യ, ദൈവത്തെയും വിടാൻ വയ്യ. അങ്ങനെ ഒരു ബന്ധം ഇപ്പോഴും ഞങ്ങൾ കൃപയാൽ ആ ബന്ധം നിലനിർത്തിക്കൊണ്ടുപോകാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ചില നാളുകൾ കഴിഞ്ഞു. ഒരു സ്നാനത്തിന്റെ ക്ലാസ് വേറെ സ്ഥലത്ത് നടന്നപ്പോൾ ഞാനും കേൾക്കുവാൻ ഇടയായി. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ സ്നാനം സത്യമല്ലേ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ സ്നാനത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞു. ആ സ്നാനത്തെക്കുറിച്ച് കുറെ കാര്യങ്ങൾ എനിക്ക് കഴിഞ്ഞു. അങ്ങനെ ഞാൻ തീരുമാനമെടുത്തു, ഞാൻ സ്നാനപ്പെടാമെന്ന് പറഞ്ഞു. അങ്ങനെ തീരുമാനിച്ചു. ഞാനും അദ്ദേഹത്തിന്റെ ഒരു ജ്യേഷ്ഠനും അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്റെ വൈഫും കൂടി ഞങ്ങൾ അവിടെ അബുദാബി കടൽ തീരത്ത് പോയി സ്നാനപ്പെടുവാൻ ഇടയായി. കാരണം എനിക്ക് സ്നാനം എന്താണെന്ന് അറിയത്തില്ല. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലാണോ സ്നാനപ്പെടുന്നതെന്ന് അറിയത്തില്ല. ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തന്നതിന് ശേഷമാണ് ഞാൻ പോയി അവിടെ സ്നാനപ്പെട്ടത്. അപ്പോൾ അങ്ങനെ സ്വർഗത്തിലെ ദൈവം എന്നെ ഒരു വിശ്വാസിയാക്കുവാൻ തക്കവണ്ണം അവിടെ വെച്ച് എന്നെ രൂപപ്പെടുത്തുവാനിടയായി. അങ്ങനെ ചില നാളുകൾ കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ സഭയില് ഞാൻ അംഗമായി. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, കത്തോലിക്ക സഭയിലായിരുന്നപ്പോൾ ഞാൻ ഒരു കോങ്കോട്രം അടിക്കുന്ന ആളായിരുന്നു. അങ്ങനെ ഞാൻ ആ സഭയില് ഏകദേശം ഒരു 10-18 കൊല്ലത്തോളം ഞാന് തമ്പാർ അടിക്കുവാൻ, അവിടുത്തെ ഡ്രം അടിക്കുവാൻ സ്വർഗത്തിലെ ദൈവം എന്നെ സഹായിച്ചു. നാളുകളെല്ലാം കഴിഞ്ഞു പോയി. ജോലിയിൽ ചില വിഷയങ്ങളൊക്കെ ഉണ്ടായി. എൻ്റെ ജോലി നഷ്ടപ്പെടുന്ന ഒരു സന്ദർഭം അവിടെ കടന്നു വരുവാൻ ഇടയായി. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ഞാൻ പറഞ്ഞു, ഇനി രക്ഷയില്ല, വിസ അടിച്ച് കിട്ടത്തില്ല, എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു പിടിയുമില്ല, ഞാൻ നാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞു. കർത്താവിന്റെ ദാസൻ പറഞ്ഞു, നിങ്ങൾ നാട്ടിൽ പോകത്തില്ല, നിങ്ങൾക്ക് ദൈവം ഒരു കാലയളവ് ഇവിടെ വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഉടനെ ഒന്നും നാട്ടിൽ പോകത്തില്ല, ദൈവം അത് പ്രവർത്തിക്കും. ഞാൻ പറഞ്ഞില്ല, ഒരു സാധ്യതയുമില്ല, വിസ അടിച്ചു തരുവാൻ യാതൊരു പഴുതും കാണുന്നില്ല. പറഞ്ഞൊരു വാക്ക്, ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല, നിങ്ങൾ വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക, ദൈവം പ്രവർത്തിച്ചോളൂ. ഇത് രണ്ടുമേ നമുക്ക് ചെയ്യാൻ കഴിയത്തുള്ളൂ. ശക്തമായി അദ്ദേഹം ഉപസിച്ചു, ഞാനും പ്രാർത്ഥിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, ഒരു ദിവസം എനിക്ക് പുതിയൊരു സ്ഥലത്തേക്ക് ജോലി ലഭിക്കാനിടയായി. സാധ്യതയില്ലാത്ത സ്ഥലത്ത് ദൈവം അതിന്റെ വഴി തുറക്കാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഇടയായി. അപ്പോൾ എനിക്ക് മനസ്സിലായി, എന്നെക്കാളും വിശ്വാസത്തിന്റെ വാക്കുകൾ, എന്നെക്കാളും വിശ്വാസത്തിന്റെ പ്രവൃത്തികൾ ആ മനുഷ്യനിലൂടെ കണ്ടത് എനിക്ക് മനസ്സിലാക്കുവാൻ ഇടയായി. അങ്ങനെ നാളുകൾ കഴിഞ്ഞുപോയി. എനിക്ക് വിവാഹത്തിനുള്ള സമയമായി. അങ്ങനെ ഞാൻ നാട്ടിലേക്ക് കടന്നു വന്നു. പക്ഷെ ഞാൻ ആദ്യത്തെ തവണ കടന്നു വന്നപ്പോൾ വീട്ടിലാകപ്പാടെ പ്രശ്നം. കാരണം ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഞങ്ങൾ കത്തോലിക്കയിലാണല്ലോ, ആകപ്പാടെ ഒത്തിരി വിഷയങ്ങൾ ഉണ്ടായി നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ എനിക്കാണെങ്കിൽ ഇവിടെ നമ്മുടെ നാട്ടില് അങ്ങനെ പെന്തക്കോസ്തുകാർ വളരെ ചുരുക്കം, എനിക്ക് ആരെയും അറിയത്തില്ല, ഞാൻ ഒറ്റപ്പെട്ട് കിടക്കുന്നു. ഇവിടെ വന്ന് ഞാൻ വിശ്വാസത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു, എന്റെ കാര്യങ്ങളെല്ലാം ഇതാണ്, അതൊന്നും എൻ്റെ മാതാവ് ചെവിക്കൊണ്ടില്ല. അങ്ങനെ ഈ കല്യാണമെല്ലാം ആലോചിച്ചു. അങ്ങനെ ഒരു പെൺകുട്ടിയെ കണ്ട് ഏതായാലും ഇഷ്ടപ്പെട്ടു. അങ്ങനെ വിവാഹം നടക്കുവാൻ ഇടയായി. ഞാൻ നമ്മുടെ ദൈവദാസനോട് വിളിച്ചു പറഞ്ഞു, ദൈവദാസനെ, ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം ഞാൻ ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്നതുകൊണ്ട് ഈ പരിസരത്ത് നിന്ന് ആരും എന്നെ, ഞങ്ങളുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ അറിയപ്പെടുന്നവരാരും എന്നെ ഉൾക്കൊള്ളുവാനോ, എല്ലാവരും ഇങ്ങനെ എന്താ പറയാ കളിയാക്കി പരിഹസിച്ചുകൊണ്ട് നടന്നൊരവസ്ഥയായിരുന്നു. എങ്കിലും ഞാൻ പ്രാർത്ഥിച്ചു, വിശ്വാസത്തോടു കൂടി ആ വിവാഹം നടക്കുവാൻ ഇടയായി. എന്നിട്ട് ചില ദിവസങ്ങൾ കഴിഞ്ഞു.
ഞാൻ പ്രിയപ്പെട്ടവളെ ആ ദേശത്തേക്ക് കൊണ്ടുവരുവാൻ ഇടയായി. കൊണ്ടുവന്നു. ഏകദേശം ഒരു 15-20 ദിവസത്തിനുള്ളിൽ പ്രിയപ്പെട്ടവൾ മാനസാന്തരപ്പെടുവാൻ ഇടയായി. ഞങ്ങൾ ഈ ഞാൻ പറഞ്ഞ കർത്താവിന്റെ ദാസന്റെ ഭവനത്തിലായിരുന്നു ഞങ്ങൾ അവിടെ താമസിച്ചത്. 15 ദിവസത്തിനുള്ളിൽ എൻ്റെ വൈഫ് സ്നാനപ്പെടുവാൻ ഇടയായി. ഞങ്ങൾക്ക് വലിയ സന്തോഷമായി. കാരണം ഒന്നിച്ചൊരു ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിച്ച് പിന്നെ പ്രശ്നങ്ങളില്ലല്ലോ. കാരണം ഇന്ന് പല സ്ഥലങ്ങളിലും അറിയാം, രണ്ടുപേരും വ്യത്യസ്ത സ്ഥലങ്ങളിൽ, ചിലപ്പോൾ വൈഫ് രക്ഷിക്കപ്പെടാത്തായിരിക്കും, ചിലപ്പോൾ ഭർത്താവ് രക്ഷിക്കപ്പെടും. നമ്മളിപ്പോ കാണുന്നൊരവസ്ഥ അങ്ങനെ പല സ്ഥലങ്ങളിലുമുണ്ട്. എന്നാൽ സ്വർഗത്തിലെ ദൈവം എന്നോട് മനസ്സലിഞ്ഞതുകൊണ്ട് 15 ദിവസത്തിനുള്ളിൽ പ്രിയപ്പെട്ടവള് ആ മാനസാന്തരത്തിലേക്ക് അവിടെ നടന്നു പെട്ടെന്ന് സ്നാനപ്പെടുവാൻ തക്കവണ്ണം ഇടയായി. അങ്ങനെ ഞങ്ങൾ വളരെ സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോയി. എന്നാല് അങ്ങനെ നാളുകൾ കഴിഞ്ഞു പോയി. 1 വർഷം, 2 വർഷം, 3 വർഷം നീണ്ട 10 വർഷങ്ങൾ കഴിഞ്ഞു. എനിക്ക് തലമുറ ഉണ്ടാകുന്നില്ല. വളരെ ഭാരപ്പെട്ടു. കർത്താവെ, ഞാൻ ചോദിച്ചു, കർത്താവെ, ഞാൻ അറിയാവുന്ന രീതിയിലെല്ലാം നിന്നെ ആരാധിക്കുന്നു, വിശ്വസിക്കുന്നു, എനിക്ക് മാത്രം എന്ത് സംഭവിക്കുന്നില്ല എന്ന് ഞാൻ ചോദിപ്പാൻ ഇടയായി. കർത്താവിന്റെ ദാസൻ പറഞ്ഞു, സമയമാകുമ്പോൾ നടക്കും, ധൈര്യമായിരിക്കും, ദൈവം പ്രവർത്തിക്കും എന്ന് പറഞ്ഞ് എന്നെ ധൈര്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. ചില ഘട്ടങ്ങളിൽ, ചില ദിവസങ്ങളിലും ഞാൻ വളരെ ഭാരപ്പെട്ടു. കാരണം എല്ലാവർക്കും വളരെ സന്തോഷത്തോടെ കുടുംബജീവിതം നയിക്കുമ്പോൾ എനിക്ക് മാത്രം കർത്താവ് എന്താണ്, ഞാൻ നീ പറയുന്നതൊക്കെ അനുസരിക്കാൻ ഞാൻ തയ്യാറായില്ലേ മുന്നോട്ട് വന്നതെന്ന് പറഞ്ഞ് ഞാൻ കർത്താവിനോട് ചോദിച്ചു. എന്നാലേ കൃപയാൽ പ്രിയപ്പെട്ടവൾ ആ ദേശത്തേക്ക് കടന്നു വന്നു. ആദ്യത്തെ തവണ കടന്നു വന്നു, കുഞ്ഞുങ്ങളായില്ല. 2ാം പ്രാവശ്യം കടന്നു വന്നു. രണ്ടാം വർഷത്തിലേക്ക് ആയപ്പോഴത്തേക്ക് സ്വർഗത്തിലെ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. പിന്നെ തലമുറയെ നൽകുവാൻ സ്വർഗത്തിലെ ദൈവം ഇടിയാക്കി. 10.5 വർഷത്തിന് ശേഷം എനിക്കൊരു മകൻ ജനിപ്പാൻ തക്കവണ്ണം ഇടിയായി. അതിന് മുന്നോടിയായി ഒരു മീൻ ചന്ദ്രൻ, അദ്ദേഹം മീൻ വിൽക്കുന്ന ഒരു പാസ്റ്ററാണ്. അദ്ദേഹം കേരളത്തിൽ നിന്ന് അവിടെ വന്നപ്പോൾ ഞാനൊരു ആരാധന ഇരിക്കുന്ന സ്ഥലത്തിന് ഒരു മൂലയിലാണ് പോയിരിക്കുന്നത്. എന്റെ തലയിൽ നേരെ പോയി തലയിൽ വന്ന് കൈവച്ചിട്ട് എന്നോട് പറഞ്ഞു, മകനെ, നിനക്ക് ഞാൻ ഒരു ആൺ തലമുറയെ തരും, അതുപോലെ എനിക്കുള്ളവരാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ച്, ആൺ തലമുറയെങ്കിൽ ആൺ തലമുറ, പെൺ തലമുറ, ഒരു കുഞ്ഞു പോലും എനിക്ക് ജനിക്കുന്നില്ല, പിന്നെ ഇത്ര കൃത്യമായിട്ട് ആൺ തലമുറ എന്ന് ഇങ്ങനെ പറയും എന്ന് ഞാൻ ഇങ്ങനെ ചിന്തിപ്പാൻ ഇടയായി. സ്വർഗത്തിലെ ദൈവം വ്യാജം പറയത്തില്ല. സ്തോത്രം. ഞാൻ പകുതി വിശ്വസിച്ചു, പകുതി വിശ്വസിക്കാതെ പോയി. ഞാനുള്ള കാര്യം പറയാം. കാരണം എനിക്ക് പൂർണ്ണമായ വിശ്വാസം വന്നില്ല. കാരണം ഒരു മനുഷ്യനല്ലേ പറയുന്നത്. എന്നാൽ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവൾക്ക് വിശേഷങ്ങൾ അറിയുവാൻ ഇടയായി. അപ്പോഴും എന്റെ സംശയം ഏതാ, ആണായിരിക്കുമോ പെണ്ണായിരിക്കുമോ? എന്നാൽ എനിക്ക് ആ പറഞ്ഞതുപോലെ ആൺപൈതലിനെ തന്നെ സ്വർഗത്തിലെ ദൈവം തരുവാൻ ഇടയായി. കാരണം ദൈവവചനം പറയുന്നത് പോലെ അവന്റെ വായിൽ നിന്ന് പുറപ്പെടുന്നത് വചനമായിരിക്കും. അത് വെറുതെ കടന്നു പോകാതെ അയപ്പിച്ച കാര്യം സാധിപ്പിച്ച് മടങ്ങി വരുമെന്ന് യെശയ്യായുടെ പുസ്തകത്തിൽ നാം അങ്ങനെ വായിക്കും. അങ്ങനെ തന്നെ എന്റെ ജീവിതത്തിൽ സംഭവിക്കാനിടയായി. അവന്റെ പേര് ബ്ലസൻ എന്നാണ്. ഇന്ന് അവന് 18 വയസ്സോടുകൂടി അടുക്കുന്നു. 17 വയസ്സ് കഴിഞ്ഞു. അവൻ +2 ആയിരിക്കുന്നു. വളരെ സന്തോഷത്തോടുകൂടി എന്നോടൊപ്പം ആയിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിലും അവനാണ് സങ്കീർത്തന ധ്യാനം നടത്തിയത്. കാരണം എനിക്ക് ഒന്ന് മാത്രമേ ഞാൻ സന്തോഷിക്കുന്നുള്ളൂ. ദൈവം ഏതെല്ലാം കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ടോ ആ കാര്യങ്ങളെല്ലാം ക്രമേണ നടന്നു വരും. അല്പം ചില കാര്യങ്ങളിൽ താമസമുണ്ട്, എങ്കിലും ഞാൻ ഭാരപ്പെടുന്നില്ല. കാരണം എൻ്റെ ജീവിതത്തിൽ കർത്താവ് ഉണ്ടായിരുന്നു. പക്ഷെ ആഴമേറിയ വിശ്വാസം ഞാൻ വന്നത് ഈ സത്യവേദ പുസ്തകം വായിച്ചപ്പോൾ മാത്രമാണ്. എനിക്ക് എവിടെയും പറയുവാൻ കഴിയും. കാരണം ഞാൻ മുമ്പും ഇതൊക്കെ അറിയാമായിരുന്നു. ഉള്ള കർസ്മാറ്റിക്കിനും മറ്റുള്ള കാര്യങ്ങളും എല്ലാം പോകുമായിരുന്നു. പക്ഷെ എന്തുപറ്റി, ആ നേരത്തേക്ക് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഇല്ല. പക്ഷെ ഇന്ന് ദൈവത്തെ അറിഞ്ഞതുകൊണ്ട്, അഭിഷേകം പ്രാപിച്ചതുകൊണ്ട്, ആനോക്ക് ദൈവത്തോടു കൂടി നടന്നതുപോലെ, അങ്ങനെ ഒന്നും അല്ലെങ്കിൽ തന്നെയും എന്നാളാവോളം ദൈവത്തോടുകൂടി നടക്കുവാൻ കഴിയുന്നുണ്ട്. ലോകത്തോട് ചില കാര്യങ്ങളൊക്കെ നമ്മൾ പോകാറുണ്ട്. സാധാരണ അങ്ങനെ പോയില്ലേ പറ്റത്തുള്ളൂ. എങ്കിലും എന്നെ നടത്തിയ വിധങ്ങളെ ഓർക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ പലരോടും പറയാറുണ്ട്,
ഞാൻ കണ്ട ഏറ്റവും വലിയ ലോകത്തിലെ അത്ഭുതം എന്ന് പറയുന്നത് എന്റെ മാനസാന്തരമാണ്. ഞാൻ ഒരിക്കലും ഇങ്ങനെ ആയിത്തീരുമെന്ന് ഒരിക്കലും ഞാൻ കരുതിയതില്ല. പക്ഷെ എന്നെ സ്വർഗത്തിലെ ദൈവം ഇങ്ങനെ പണി. അതിന് മുഖാന്തരങ്ങൾ ആ ദൈവദാസനെ ഒരുക്കിയതാ. വിളിച്ചോളൂ. അങ്ങനെ ഇങ്ങനെ മകനുണ്ടായി. അങ്ങനെ കുറെ നാളുകൾ ഞാൻ അവിടെ ജോലി ചെയ്തു. വൈഫും അവിടെ ഉണ്ടായിരുന്നു. അതേ തുടർന്ന് ഞാൻ 2009 വിസ എല്ലാം ക്യാൻസൽ ചെയ്ത് നാട്ടിലേക്ക് വന്നു. ഏകദേശം ഒരു 10-15 ദൈവദാസന്മാരെങ്കിലും എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിന്നെ ദൈവവേലയ്ക്കുള്ളതാണ് മകനെ, നീ വേറെ ജോലിക്ക് പോകരുത്, നീ ദൈവിക വിഷയങ്ങൾക്ക് വേണ്ടി ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞു. എന്റെ ചിന്ത മുഴുക്ക, ഞാൻ ഈ വിഷയങ്ങൾക്ക് ഇറങ്ങിയാൽ എന്റെ കുടുംബത്തെ എങ്ങനെ പോറ്റും, മറ്റുള്ള കാര്യങ്ങൾ എങ്ങനെ നടക്കും, വേറെ വരുമാന മാർഗങ്ങൾ എന്നെങ്ങനെ നോക്കുമെന്നൊക്കെ ഞാന് വളരെ വേഗലപ്പെട്ട് നാട്ടിൽ കടന്നു വന്നു. മറ്റുള്ള ജോലികളെല്ലാം ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ ഇവിടെ ആരാധന തുടങ്ങി. വളരെ ആഗ്രഹത്തോടു കൂടി ഞങ്ങളുടെ അബുദാബിയിൽ ഉണ്ടായിരുന്ന ദൈവാസനം ഒന്ന് പ്രാർത്ഥിച്ച് ഒരു ചെറിയൊരു ആരാധന നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ജനം ഇച്ചിരി കടന്നു വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെന്നെ കൊണ്ട് പറ്റത്തില്ല. ഞാൻ അന്ന് ശുശ്രൂഷയിലല്ലായിരുന്നു. ഒരു ദൈവദാസനെ വെച്ചു, അദ്ദേഹം കുറച്ചു നാൾ നിന്ന് പോയി. വേറെ ഒരു ദൈവദാസൻ കടന്നു വന്നു, അദ്ദേഹം കുറച്ചു നാൾ നിന്ന് പോയി. അങ്ങനെ ഒരു പ്രവാചകൻ വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഒന്നും സംസാരിച്ചില്ല, അദ്ദേഹം എന്റെ കയ്യിൽ വെച്ചിട്ട് പറഞ്ഞു, നിന്നെ ഏൽപ്പിച്ചത് നീ ചെയ്യാതെ ഇരിക്കുന്നത് ഇത്രയും നാളും എന്താണെന്ന് ചോദിച്ചു. അദ്ദേഹത്തിനും അറിയത്തില്ല, അദ്ദേഹത്തിന്റെ വായിലൂടെ വന്നതാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ദൈവത്തിനും അറിയാം വിഷയം എന്താണെന്ന്. പക്ഷെ അദ്ദേഹത്തിന് മനസ്സിലായില്ല. നിന്നെ ഏൽപ്പിച്ചത് നീ എന്തുകൊണ്ടത് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു. ഞാൻ ആ ശുശ്രൂഷ എല്ലാം കഴിഞ്ഞ് അദ്ദേഹത്തോട് ചോദിച്ചു, എന്നോട് ചോദിച്ച ചോദ്യം എന്തായിരുന്നു എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുവാനിടയായി. അദ്ദേഹം പറഞ്ഞു, എനിക്കറിയില്ല, ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിച്ചു, നിങ്ങളോട് എന്തോ ചോദിക്കാൻ പറഞ്ഞു, എന്തോ കാര്യം ഏൽപ്പിച്ചു, നിങ്ങൾ ചെയ്യുന്നില്ലെന്ന എന്നോട് പറഞ്ഞത്. എനിക്കതിൽ കൂടുതലൊന്നും അറിയത്തില്ല അതെന്ന് പറഞ്ഞു. പക്ഷെ എനിക്കറിയാം അതിന് അതിന്റെ ആൻസർ. എന്നെ ദൈവ വേലയ്ക്ക് കണ്ടിട്ടുള്ളതാ. ഞാൻ ഇറങ്ങി പുറപ്പെടാതെ മടിച്ചു നിൽക്കുന്നത് അത് എന്റെ കുഴപ്പമാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാന് പ്രിയപ്പെട്ടവരോട് പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അതുകൊണ്ട് നമുക്ക് ഇനി താമസിക്കേണ്ട, നമുക്ക് ഏതെങ്കിലും ബൈബിൾ കോളേജിൽ ചേരാമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവർ പറഞ്ഞു, ഓക്കെ നമുക്ക് ചേരാമെന്ന് പറഞ്ഞു. അങ്ങനെ ട്രിവാൻഡ്രത്തുള്ള നമ്മുടെ PJ ഡാനിയൽ സാറിന്റെ ബൈബിൾ കോളേജിൽ, ആൽഫ ബൈബിൾ കോളേജിൽ ഞങ്ങൾ കടന്നുപോയി. 3 വർഷക്കാലം അവിടെ പഠിച്ച് ഗ്രാജുവേറ്റ് ചെയ്യുവാൻ, PTG ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. ആ ഗ്രാജുവേഷൻ നടന്ന് അതിന്റെ പിറ്റേ ആഴ്ച സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് ഒരു ആരാധന സ്ഥലവും തരുവാൻ ഇടയായി. എൻ്റെ സ്വന്തം സ്ഥലത്ത് തന്നെ ഒരു സഭാഗോള് പണിതുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ ആരാധന ബൈബിൾ കോളേജിലേക്ക് കടന്നുപോയത്. ആ ഗ്രാജുവേഷൻ ലഭിച്ച് പിറ്റേ ആഴ്ച ഞങ്ങൾ ശുശ്രൂഷ ഏറ്റെടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. അങ്ങനെ 3 വർഷക്കാലം, 3 വർഷം കഴിഞ്ഞു. കൃപയാൽ ഈ പുതുക്കുറിച്ചിയുടെ ദേശത്ത്, കഠിനംകുളമാണ് ഈ സ്ഥലം, കഠിനംകുളം പഞ്ചായത്താണ്. അങ്ങനെ പുതുക്കുറിച്ചിയിൽ ഞാൻ ഒരു ഷാരോന്റെ ഒരു ഫാസ്റ്ററായി ശുശ്രൂഷ ചെയ്ത് വളരെ സന്തോഷത്തോടെ കഴിഞ്ഞു പോകുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ ദൈവം എന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടത്തി പരിപാലിച്ചു കൊണ്ടുപോകുമ്പോഴും ഞാൻ ദൈവത്തോടൊന്ന് ചോദിക്കും, ദൈവമേ അടുത്ത സ്റ്റെപ്പ് എന്താണ് എന്ന് ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്. കാരണം പലപ്പോഴും ദൈവം എന്നോട് സംസാരിക്കാറുണ്ട്. ആദ്യമൊന്നും ഞാൻ ആദ്യകാലങ്ങളിൽ വിശ്വസിച്ചിരുന്നില്ല. ദൈവം സംസാരിക്കും എന്ന് കേൾക്കുമ്പോൾ ഞാൻ വിചാരിച്ചു, ഇങ്ങനെ സാധാരണ ഇന്ന് ദൈവദാസന്മാരിലൂടെയും വചനത്തിലൂടെയാണല്ലോ ദൈവാത്മാവ് സംസാരിക്കുന്നത്, അല്ലാതെ പിന്നെ ഇങ്ങനെ സംസാരിക്കും. പക്ഷെ പല ദിവസങ്ങളിലും എന്നോടൊരു മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചു. ചിലതൊക്കെ ഞാൻ കേട്ട് ദൈവത്തിന് സ്തോത്രം പറഞ്ഞ് മുന്നോട്ട് പോയിട്ടുണ്ട്. ചിലതൊക്കെ എനിക്ക് ചെവി കൊടുക്കാൻ പേടിയാണ്. അങ്ങനെ ഞാൻ മാറി നിന്നിട്ടുള്ള അവസരങ്ങളുണ്ട്. എന്നാൽ സ്വർഗത്തിലെ ദൈവം വളരെ അതിശയകരമായി ഇന്ന് ഈ സഭയുമായി മുന്നോട്ട് പോകുവാൻ ദൈവം അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അടുത്തത് എനിക്ക് പറയുവാനുള്ളത്, ഞങ്ങളുടെ ഈ ചുറ്റുപാടെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ, തീരദേശമാണ്, കടൽ തീരമാണ്. എല്ലാവർക്കും അറിയാം. ഏകദേശം നമ്മുടെ വിഴിഞ്ഞം പൂവാറ് തൊട്ട് ഇങ്ങോട്ട് കൊല്ലം പോകുന്ന ആ റൂട്ടാണ്. ഇവിടെ വളരെ പ്രതികൂലമുണ്ടെന്ന് പറയുമ്പോഴും ഇവിടെ ഒരു പ്രതികൂലവും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. കാരണം സുവിശേഷം പറഞ്ഞാൽ കേൾക്കും, പക്ഷെ അവര് വരുവാൻ മടിയാണെന്നാണ്. എങ്കിലും ഞങ്ങളാൽ ആവോളം
ഞങ്ങൾ പരസ്യങ്ങളും മറ്റു ടീം വർക്കുകളൊക്കെയും ചെയ്ത് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. സ്വർഗത്തിലെ ദൈവം അങ്ങനെ ഞങ്ങളെ വഴി നടത്തുകയും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിന്റെ സാധനം, ഇത് കേൾക്കുന്ന, എന്നെ മനസ്സിലാക്കുന്ന ദൈവജനം ഞങ്ങളുടെ ദേശങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. അപ്പോൾ ഞാൻ വേറൊരു വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഞാൻ അബുദാബിയിലായിരുന്നപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് വളരെ ഒരു ചെറിയൊരു കൂട്ടത്തിന് മാത്രമേ എന്നെ അറിയത്തുള്ളൂ. കാരണം ഞങ്ങളുടെ ആൾക്കാരെല്ലാം കാത്തലിക്സ് ആണെന്ന് പറഞ്ഞിരുന്നല്ലോ. പെന്തിക്കോസിലായിരുന്ന സമയത്ത് അവിടെയുള്ള വളരെ ചുരുക്കം ആൾക്കാർക്ക് അറിയത്തുള്ളൂ. എന്നെ സന്തോഷിപ്പിച്ചതായ ഒരു കാര്യം ഞാൻ ആരോമറ്റുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നമ്മള് പല ദൈവദാസന്മാരും നമുക്കറിയാം, നോട്ടീസ് അടിച്ചിട്ട് എന്റെ പേര് വെച്ചില്ല, എന്റെ ഫോട്ടോ വെച്ചില്ല എന്നൊക്കെ പറയുന്ന ഒരു കാലയളവിലാണ് നമ്മൾ താമസിക്കുന്നത്. സ്വർഗത്തിലെ ദൈവം എനിക്ക് വേണ്ടി അവിടെ ചെയ്ത ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. നിങ്ങൾക്കത് കേൾക്കുന്ന ജനത്തിന് സന്തോഷമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഞാനിങ്ങനെ ആ അബുദാബി ചർച്ചിലുള്ള ഒരു സഹോദരൻ അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് പോയപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഏതോ സാധനം പർച്ചേസ് ചെയ്യുന്ന കൂട്ടത്തിൽ കുറെ കൂപ്പണുകൾ കിട്ടി. കൂപ്പണുകളെല്ലാം അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ എല്ലാം പേരുകൾ എഴുതിയിട്ടിട്ട് ഒരു കൂപ്പണിൽ എന്റെ പേര് എഴുതിയിട്ടു. എന്നിട്ട് എന്നോട് പറഞ്ഞൊന്നുമില്ല. കുറെ നാൾ കഴിഞ്ഞിട്ട് അദ്ദേഹം നാട്ടിൽ വന്നു. അത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഫോൺ കോൾ വന്നു. ഒരു സ്ഥാപനത്തിൽ നിന്ന് വിളിക്കുകയാണ്. അവിടെ ഒരു കോപ്പറേറ്റീവ് സ്റ്റോർ ഉണ്ട്, സെമി ഗവൺമെന്റിന്റെ ഒരു കോപ്പറേറ്റീവ് സ്റ്റോർ ഉണ്ട്. അവിടെ നിന്ന് വിളിക്കുന്നു, നിങ്ങൾക്ക് 1 കിലോ സ്വർണം പ്രൈസായിട്ട് അടിച്ചിട്ടുണ്ട്, വന്ന് കളക്ട് ചെയ്യാൻ വേണ്ടി. ഞാൻ ആദ്യം വിചാരിച്ച ആരോ എന്നെ വിളിച്ച് കളിപ്പിക്കുകയായിരിക്കും, എന്നെ തമാശയായിരിക്കും എന്ന് വിചാരിച്ചു. 2-ാം ദിവസവും വന്നു. ഞാൻ ഞങ്ങളുടെ ദൈവദാസനോട് പറഞ്ഞു, ഇങ്ങനെ ആരോ വിളിക്കുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, ആ വന്ന കോളിൽ ഒന്ന് തിരിച്ച് വിളിക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ വന്ന കോളിൽ തിരിച്ച് വിളിക്കുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ കോപ്പറേറ്റീവിൽ വരിക, നിങ്ങളുടെ പേര് ജോസഫ് ഡേവിഡ് അല്ലേ, നിങ്ങൾക്ക് സമ്മാനം അടിച്ചിട്ടുണ്ട്. ഞാൻ ഇനി എന്തും വരട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ആ കോപ്പറേറ്റീവ് സ്റ്റോറിലേക്ക് കടന്നുപോയി. ആ കയറി പോകുന്ന വലിയൊരു കവാടമാണ്, വലിയൊരു ഗേറ്റാണ്. ആ ഗേറ്റിൽ കടന്നു പോകുമ്പോൾ എന്റെ പേര് എഴുതി വെച്ചിരിക്കുന്നു, ജോസഫ് ജോർജ് ഡേവിഡ്, ഫസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നു. എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ അതിനകത്ത് കയറി. അവിടെ ഒരു മലയാളി നിന്ന് ഒരു സെയിൽസ്മാനോട് ചോദിച്ചു, ഇത് എങ്ങനെയാ എന്റെ പേർക്കാന്ന്, നിങ്ങളുടെ പേർക്ക് അടിച്ചിരിക്കണം, നിങ്ങളല്ലേ ആള്? ഞാൻ പറഞ്ഞത്, ആ നിങ്ങളുടെ കൂപ്പൺ എന്തേ, കൂപ്പൺ കൊണ്ടുവന്ന് നിങ്ങൾ 1 കിലോ സ്വർണം കളക്ട് ചെയ്യണം, അല്ലെങ്കിൽ അതിന്റെ ക്യാഷ് നിങ്ങൾക്ക് തരും. അപ്പൊ എനിക്കറിയത്തില്ല, എന്റെ കയ്യിൽ കൂപ്പണൊന്നും എനിക്കറിയത്തില്ല എന്താണ് സംഭവിച്ചത്. കുറച്ച് ഞാൻ വീട്ടിൽ വന്ന് കുറെ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, കുറെ ഡോക്യുമെന്റ്സ് ഇദ്ദേഹം തന്നപ്പോൾ നാട്ടിൽ പോയ ആൾ എനിക്ക് തന്നായിരുന്നു. അവിടുത്തെ ഇലക്ട്രിസിറ്റി ബില്ലിന്റെ ഇതും ടെലിഫോൺ ബില്ലും കുറെ കാര്യങ്ങളൊക്കെ അടയ്ക്കാൻ വേണ്ടി തന്നു. ഞാൻ ഓടിപ്പോയി ആ ബില്ലുകളെല്ലാം ചെക്ക് ചെയ്തപ്പോൾ ഒരു കവറിനകത്ത് കുറെ കൂപ്പണുകളുണ്ട്. ആ കൂപ്പണുകളെല്ലാം എടുത്ത് നോക്കിയപ്പോൾ ഇദ്ദേഹത്തിന്റെയും മക്കളുടെയും ഒക്കെ പേരുകൾ എഴുതിയില്ല. അവസാനത്തെ ഒരു കൂപ്പണിൽ എന്റെ പേര് എഴുതിയിരിക്കുന്നു. ഞാൻ ആ കൂപ്പൺ എടുത്ത് അതിന്റെ റെസിപ്റ്റ് എടുത്ത് നോക്കുമ്പോൾ ഈ എഴുതിയിരിക്കുന്ന നമ്പറാ അടിച്ചിരിക്കുന്നു. ഞാൻ ഓടിച്ചെന്ന് ഈ കൂപ്പൺ കാണിച്ചു, ഇത് തന്നെയാണ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ആ സമ്മാനം അടിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. ഉടനെ ഞാൻ ആ സഹോദരനെ വിളിച്ചു. അവിടെ നിന്ന്, അദ്ദേഹത്തിന്റെ പേര് പ്രദീപ് എന്നാണ്, ഇപ്പോൾ ബാംഗ്ലൂരിൽ താമസമായിരിക്കുന്നത്. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. ഞാൻ പറഞ്ഞു, സഹോദരൻ ഇങ്ങനെ ഒരു കൂപ്പണിൽ അടിച്ചിട്ടുണ്ട്, അടുത്ത 1 കിലോ സ്വർണമാണ് അടിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ ക്യാഷ്, അതിന് സമാനമായ ക്യാഷ് ലഭിക്കുമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു ശരി, ഓക്കെ, ഓടിച്ചെന്ന് കളക്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കൊടുത്തു. എൻ്റെ ബാങ്കിലേക്ക് കാശ് വന്നു. അദ്ദേഹം വന്നു, അദ്ദേഹത്തിന് അതിനുശേഷം ഞാൻ കൊടുത്തു. അദ്ദേഹം എനിക്ക് ഗിഫ്റ്റായി ഒരു ചെറിയൊരു എമൗണ്ട് തരുവാനിടയായി. അത് കഴിഞ്ഞ് പിറ്റേ ആഴ്ചയാണ് ഞാൻ ഈ പറഞ്ഞതുമായിട്ടുള്ള വരുന്ന ഒരു കാര്യം നടക്കുന്നത്. 1000കണക്കിന് ഈ ബുക്ക്ലെറ്റ്, അവരുടെ സാധനങ്ങളൊക്കെ എഴുതുമല്ലോ, സാധാരണ നമ്മുടെ ലുലുവിലൊക്കെ കാണത്തില്ലേ, ഓരോ സാധനങ്ങളും പർച്ചേസ് ചെയ്യുമ്പോൾ അതിന്റെ വില ഇട്ടിട്ട് ഫോട്ടോയും മാറ്റുമല്ലോ. അതുപോലെ ഫ്രണ്ട് പേജിൽ എന്റെയും ഒരു അറബിയുടെയും ഫോട്ടോ വെച്ച് 1-ാം സമ്മാനം ജോസഫ് ഡേവിഡ്, പിന്നെ വേറൊരു സമ്മാനം, അതുപോലെ ഒരു 1-ാം സമ്മാനം വേറൊരു അറബിക്കും കൂടെ ആക്കിയിരിക്കുന്നത്. 1000കണക്കിന് ഫോട്ടോ ഇങ്ങനെ അബുദാബിയുടെ തെരുവീതികളിലും നമ്മുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ കിട്ടാനിടയായി. അങ്ങനെ ആൾക്കാരെല്ലാം അന്വേഷിച്ച് ഇത് ആരാ, ഇതൊരു വിശ്വാസിയാ. അങ്ങനെ ഞാൻ പറഞ്ഞതിന്റെ സാരം, നമ്മളെ ആരും അറിയുന്നില്ല എന്ന് നാം വിചാരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം അങ്ങനെ എന്നെ അബുദാബി മുഴുക്ക അറിയിപ്പിച്ചു. എനിക്ക് വലിയ സന്തോഷമാണ്. ഞാൻ പിന്നത്തേൽ ചിന്തിക്കും, ഇവിടെ ഓരോരുത്തർ കിടന്നു ബഹളം കൂട്ടുന്നത്, എന്റെ പേര് വന്നില്ല, എന്റെ ഫോട്ടോ വെച്ചില്ല എന്ന് ബഹളം കൂട്ടുമ്പോൾ സ്വർഗത്തിലെ ദൈവം
അങ്ങനെ എനിക്കൊരു വലിയൊരു നന്മ അവിടെ ചെയ്തു. രണ്ടാമത് ഞാൻ പറയുവാൻ കാരണം, ഞാൻ ആദ്യം ജോലി ചെയ്തിരുന്നത് ഒരു മരുന്നിന്റെ ടാങ്കർ ഓടിക്കുകയായിരുന്നു നമ്മുടെ അഗ്രികൾച്ചറിൽ, മുനിസിപ്പാലിറ്റിയിൽ ഒരു സെക്ഷനിൽ. അങ്ങനെ ഞാൻ ആ വാഹനം ഓടിച്ച് നടക്കുന്ന അവസരത്തില് എനിക്ക് ഈ വണ്ടികളോടൊക്കെ വളരെ ഭ്രമമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ ബീച്ചില് ഒരു റോൾസ് റോയ് നിൽക്കുമ്പോൾ ഞാൻ അവിടെ ചാരി നിന്നൊരു ഫോട്ടോ എടുക്കുവാൻ വേണ്ടി അതിൽ നിന്നുകൊണ്ട്, അവിടുത്തെ ഈ പോളറോയിഡ് ക്യാമറ എന്ന് പറയും, 5 ദിറംസ് കൊടുക്കുമ്പോൾ ഫോട്ടോ എടുത്ത് നമുക്ക് ഉടനെ തരും, ആ സെക്കൻഡിൽ തന്നെ തരും. ആ വണ്ടിയിൽ ചാരി നിന്നുകൊണ്ട് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി അവനോട് പറഞ്ഞു. അങ്ങനെ ഞാൻ ചാരി നിന്ന സമയത്ത് അതിന്റെ തൊട്ടടുത്ത് അറബി നിന്നുകൊണ്ട് എന്നെ ഷൗട്ട് ചെയ്യാനിടയായി, നീ ആ വണ്ടിയിൽ തൊടണ്ട, ചാരണ്ട, ദൂരെ മാറി നിൽക്കാൻ. അറബികളുടെ വണ്ടിയല്ലേ, വില കൂടിയ വണ്ടിയല്ല, നമ്മുടെ സാധാരണക്കാർ അവിടെ ചാരി നിന്നാൽ അവൻ എന്തോ ബുദ്ധിമുട്ട് തോന്നി. അങ്ങനെ ഞാൻ അത് മാറി നിന്നൊരു ഫോട്ടോ എടുത്തു. എന്നും ആ ഫോട്ടോ എന്റെ ഇരിപ്പുണ്ട്. ഞാനിങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിച്ചു, അതിൽ തൊടാനും കഴിഞ്ഞില്ല, അതിലൊന്ന് കയറാനും കഴിഞ്ഞില്ല. ഇത്ര കൂടിയ വണ്ടി നമുക്ക് അന്നൊരു ടൊയോട്ട കിട്ടുമോ എന്ന് പോലും ഞാൻ അന്ന് ചിന്തിച്ചിരുന്നു. എന്നാൽ സ്വർഗത്തിലെ ദൈവം പിന്നത്തതിൽ എനിക്ക് അവിടുത്തെ ലൈസൻസ് തന്നു, സ്വന്തമായൊരു വാഹനം തന്നു, കുടുംബമായി അവിടെ വസിക്കുവാൻ ദൈവം തന്നു. എന്റെ ഹൃദയത്തിലെ ആഗ്രഹവും താല്പര്യവും എല്ലാം ദൈവം തമ്പുരാൻ അവിടെ നിവർത്തിച്ചിട്ടാണ്, എന്നെ നിന്ദിച്ചവരുടെയും പരിഹസിച്ചവരുടെയും നടുവിൽ എന്നെ മാനിച്ചിട്ടാണ് ദൈവം എന്നെ അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് അയച്ചത്. അങ്ങനെ ഞാന് ചില നാളുകൾ ഇതിനിടയ്ക്ക് ഞാൻ പറഞ്ഞില്ല എന്റെ ജോലി നഷ്ടപ്പെടുവാൻ ഇടയായെന്ന്. അപ്പോൾ ഞങ്ങളുടെ ആ സഭയിൽ വന്നിരുന്ന ഒരു സഹോദരി നമ്മുടെ ദേവദാസനുമായിട്ട് സംസാരിക്കാനിടയായി. ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറയട്ടെ, എൻ്റെ ഹസ്ബൻഡ് BMW ജോലി ചെയ്യുന്നത് എന്ന് പറയുവാനിടയായി. ആ ഹസ്ബൻഡിനോട് സംസാരിച്ചു. എനിക്ക് ദൈവഭാഗ്യം എന്ന് പറയട്ടെ, എനിക്ക് ആ BMW ജോലി ലഭിക്കാനിടയായി. വളരെ സന്തോഷിച്ചു. കാരണം ഞാൻ ഓടിക്കുന്ന വണ്ടിക്ക് AC ഇല്ലായിരുന്നു. ഈ BMW എന്തുമാത്രം വില കൂടിയ വണ്ടി, അഗ്രികൾച്ചറിന്റെ ഈ ടാങ്കറാ, ചെറിയൊരു ടാങ്കറാ ഞാൻ ഓടിച്ചുകൊണ്ടിരുന്നത്. ഈ വണ്ടിക്ക് എനിക്ക് ജോലി കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വളരെ സന്തോഷമായി. എന്നെ എടുത്തിരിക്കുന്ന ജോലി ടെസ്റ്ററായിട്ടാണ് എടുത്തിരിക്കുന്നത്. എനിക്കറിയാവുന്ന ടെസ്റ്റർ എന്ന് വെച്ചാൽ, ഞാൻ കേട്ടിട്ടുണ്ട്, നമുക്കൊക്കെ അറിയാം, ഈ കറണ്ട് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാവുന്ന ആ ടെസ്റ്റർ, ആ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിക്കുന്നത്, അതേ എനിക്കറിയത്തുള്ളൂ ടെസ്റ്ററാണെന്ന്. എന്നെ അവിടെ ചെന്നപ്പോൾ ടെസ്റ്ററായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ടെസ്റ്റിംഗ് ജോലിയൊന്നും അറിയത്തില്ലല്ലോ സാറേ. അത് കുഴപ്പമില്ല, നിനക്ക് ഞാൻ 1 മാസത്തെ ട്രെയിനിങ് തരാം, നീ ആ 1 മാസം കൊണ്ട് നീ അത് പഠിച്ചെടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് ഡ്രൈവിംഗ് പോസ്റ്റ് തന്നാൽ മതി, എനിക്ക് ഇവിടുത്തെ ലൈസൻസ് ഉണ്ട്. അപ്പൊ എന്നോട് അദ്ദേഹം പറഞ്ഞതാണ്, ഞാൻ ഇവിടുത്തെ ട്രെയിനറാണ്, ഞാൻ ഒരാളിനെ ഇവിടുത്തെ ബോയ് ആയിട്ടോ ക്ലീനറായിട്ടോ ഡ്രൈവറായിട്ടോ വെക്കുന്നത് എനിക്ക് നാണക്കേട്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നിന്നെ പഠിപ്പിച്ചു തരാം, അതിനെ ട്രെയിനിങ് തരാം, നീ ടെസ്റ്ററായിട്ട് ജോലി ചെയ്യാൻ. അങ്ങനെ എനിക്ക് ആദ്യത്തെ ക്ലാസ് വന്നു. എൻ്റെ കൂടെയൊക്കെ ഇരിക്കുന്ന ആൾക്കാരെല്ലാം ഡിപ്ലോമ എടുത്തവരും ഇംഗ്ലീഷുകാരുമാണ്. എനിക്കിതിന്റെ എയോ ബിയോ സിയോ ഒന്നും എനിക്കറിയത്തില്ല. സ്വർഗത്തിലെ ദൈവം എന്നെ മാനിച്ചു. അങ്ങനെ ഞാൻ കൃപയാൽ 1 മാസം കൊണ്ട് അവിടെ ട്രെയിനിങ് കിട്ടി. ഞാൻ ടെസ്റ്റ് ഡ്രൈവറായിട്ട് അവിടെ ജോലി ചെയ്തു. എന്ന് വെച്ചാൽ എൻ്റെ ജോലി അവിടുത്തെ അറബികൾ വണ്ടികളെല്ലാം കൊണ്ടുവന്ന് എല്ലാ ജോലിയും കഴിയുമ്പോൾ അത് ഫൈനൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് സൈൻ ചെയ്ത് കൊടുക്കുക. ഞാൻ ഈ ടാങ്കർ ഓടിച്ച് നടന്ന സ്ഥലത്ത് നിന്ന് സ്വർഗത്തിലെ ദൈവം എന്നെ കൊണ്ടെത്തിച്ചത് ഏറ്റവും മേത്തരമായ വണ്ടിയാണ്. ഞങ്ങളുടെ BMW കമ്പനിയാണ് റോൾസ് റോയ്, ബോഷ്, ബാക്കിയുള്ള ഹമ്മർ, പിന്നെ മിനി കൂപ്പർ, അങ്ങനെ ഇത്യാദി വണ്ടികൾ, ലോകത്തിലെ വില കൂടിയ വണ്ടികളെല്ലാം സർവീസ് ചെയ്യുന്ന ഞങ്ങളുടെ. അങ്ങനെ 100 കണക്കിന് റോൾസ് റോയും 100 കണക്കിന് എന്നല്ല 1000 എന്ന് പറയാം, ഞാൻ BMW അതൊക്കെയും സ്വർഗത്തിലെ ഓടിച്ചു. നീ അല്പനേരം നിൽക്കുവാനല്ലേ ആഗ്രഹിച്ചത്? ഞാനൊരിക്കൽ ഒരു റോൾസ് റോയ്, എന്റെ ആഗ്രഹം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, വണ്ടി ടെസ്റ്റിങ്ങിന് എടുത്തിട്ട് പോയിട്ട് ഞാനൊരു സൈഡ് ഒതുക്കിയിട്ട് അത് പുഷ് ബാക്ക് ചെയ്തു. അങ്ങനെ അതിലൊന്ന് വിശാലമായിട്ട് കിടന്നിട്ട് ഞാൻ ഇങ്ങനെ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവെ, ഞാനൊന്ന് നിന്ന് അതിനോട് ചാടി നിന്നൊരു ഫോട്ടോ എടുക്കാൻ ആഗ്രഹിച്ചതാ. എന്നാൽ ഇന്ന് സ്വർഗത്തിലെ ദൈവം എനിക്ക് എത്ര വണ്ടി ടെസ്റ്റ് ചെയ്താലാ തന്നിരിക്കുന്നത്. ആരും ചോദിക്കാനില്ല. ഈ കൊണ്ട് ഉടമക്കാരന് പോലും അതിനകത്ത് കയറാൻ പറ്റത്തില്ല. ഞങ്ങളുടെ ഇഷ്ടമാണ്, ഞങ്ങളുടെ ഏത് വണ്ടി ടെസ്റ്റ് ചെയ്യണം, അത് എന്തൊക്കെ നോക്കണമെന്ന് ഞങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം, നമ്മുടെ ഹൃദയത്തെ അറിയുന്ന ഒരു ദൈവമുണ്ട്. തിരുവചനം എത്ര സത്യമാണ്. നാം സത്യസന്ധമായ വിശ്വസ്തയോടെ നിൽക്കുന്നെങ്കിൽ നമ്മെ മാനിക്കാതെ ദൈവം പോകത്തില്ല. തിരുവചനം അങ്ങനെയല്ലേ നമ്മെ പഠിപ്പിക്കുന്നത്. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ എന്നെ ആ സ്ഥലത്ത് വെച്ച് ഈ 2 കാര്യങ്ങൾ എന്നെ വളരെ വളരെ സന്തോഷത്തിനിടയായി തീർന്നു. കാരണം അർഹതയില്ലാത്ത സ്ഥാനത്ത് എന്നെ അതിന് യോഗ്യനാക്കി ദൈവം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ടെസ്റ്ററായിട്ടാണ് ജോലി ചെയ്യുന്നത്.
അവിടെ അന്ന് അബുദാബിയിലായിരുന്ന ആദ്യത്തെ ഷേഖ്, അബുദാബി ഷേഖ് സായിദ് എന്ന് പറയും. അദ്ദേഹത്തിന് ആദ്യമായി ബ്രിട്ടനിൽ നൽകിയ, എലിസബത്ത് രാജ്ഞി നൽകിയ ഒരു വാഹനം ഇപ്പോഴും അവിടെ കിടപ്പുണ്ട്, അവരുടെ ഷോറൂമിൽ ഇട്ടിരിക്കുക. ആ വാഹനം 6 മാസം കൂടുമ്പോൾ അവിടെ ടെസ്റ്റിങ്ങിന് വരും, അവിടുത്തെ സർവീസും കാര്യങ്ങളും. ഇതെല്ലാം 6 മാസം കൂടുമ്പോൾ എന്റെ കയ്യിലാണ് വരുന്നത് ടെസ്റ്റ് ചെയ്യാൻ. അവിടുത്തെ ഷേഖിന്റെ വണ്ടി ടെസ്റ്റ് ചെയ്യാൻ കഴിയും. ഇനി മറ്റൊന്നുകൂടി ഞാൻ പറയട്ടെ, ലോകത്തെ കിടുകിട പറപ്പിച്ച നമ്മുടെ ഒസാമ ബിൻ ലാദൻ ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ഇളയ മകൻ, അവിടെ ഒരു ലാദൻ ഗ്രൂപ്പ് ഉണ്ട്, ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. ആ ബിൻ ലാദന്റെ ഇളയ മകൻ, അവന്റെ പേര് എന്തോ മുത്തലീഫ് എന്നോ അങ്ങനെ എങ്ങണ്ടാണ്, ആ ഇളയ മകന്റെ വണ്ടി അവിടെ വന്നു. അങ്ങനെ ആ വണ്ടി വാഹനം വരെ ടെസ്റ്റ് ചെയ്യുവാൻ ഞാൻ ഇടയായിത്തീർന്നു. കാരണം അതിൽ ഡീറ്റെയിൽ എഴുതിയിരിക്കും. ഞങ്ങൾക്ക് ഒരു ഫയലുണ്ട്, ഫയലിൽ ഇന്ന ആളുടെ നമ്പർ, ഇന്ന ആള്, ഇന്നതാണ് ഫോൾട്ട് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിരിക്കും. അപ്പോൾ ഞാൻ ആലോചിച്ച്, ലോക പ്രശസ്തരായ ഇങ്ങനെയുള്ള ആൾക്കാരുടെ വാഹനങ്ങളെല്ലാം എനിക്ക് സ്വർഗത്തിലെ ദൈവം ടെസ്റ്റ് ചെയ്യുവാനുള്ളൊരു ഭാഗ്യം എനിക്ക് തന്നു. ഞാനത് ഭാഗ്യമായി പറയുന്നതല്ല, തിരുവചന പ്രകാരം നാം ദൈവമക്കളാണ്. തിരുവചനത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ഇത് രാവും പകലും ധ്യാനിക്കുന്നവനാ ഭാഗ്യവാൻ. ഒത്തിരി ഭാഗ്യങ്ങളെ കുറിച്ച് നാം പഠിക്കുന്നുണ്ട്. എന്നാൽ ഞാൻ ഇന്ന് ദൈവത്തെ ആരാധിക്കുന്നത് കൊണ്ട് ഇതൊന്നും ഭാഗ്യമെന്ന് ഞാൻ പറയുന്നില്ല. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ കൊച്ചു കൊച്ചു ഭാഗ്യങ്ങൾ, ലോകത്തിലെ ഭാഗ്യങ്ങൾ എന്ന് പറയാം. എന്നാലും ഞാനൊരു ദൈവ പൈതലായിട്ട് പറയട്ടെ, ആമേൻ, ഇതൊന്നുമല്ല ഭാഗ്യം. ഈ കർത്താവിനെ രാവും പകലും ധ്യാനിക്കുവാൻ, അവനെ ആരാധിക്കുവാൻ, അവന് വേണ്ടി നിലകൊള്ളുവാൻ സ്വർഗത്തിലെ ദൈവം എന്നെ സഹായിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. എന്നെ ഇത് ശ്രദ്ധിക്കുന്ന ഒത്തിരി ദൈവദാസന്മാർ, ദൈവമക്കളെല്ലാം കാണും. അവരോടെല്ലാം ഞാൻ പറയാം, നമ്മള് വിശ്വസ്തയോടെ കർത്താവിനെ സേവിക്കുമെങ്കിൽ ഒരിക്കലും ലജ്ജിതരായി തീരുവാൻ കർത്താവ് നമ്മെ അനുവദിക്കത്തില്ല. ഞാൻ പ്രസംഗത്തിലേക്ക് കിടക്കുന്നതല്ല, എന്നാലും ഞാനെന്റെ വളരെ ഉറപ്പും ധൈര്യമുള്ളത് കൊണ്ട് പറയുകയാണ്. ഇന്ന് അനേക ദൈവദാസന്മാർ പറയാറുണ്ട്, വേദപുസ്തകം എടുത്തവരാരും നശിച്ചു പോയിട്ടില്ല. ഞാൻ ഇച്ചിരി തിരുത്തി പറയാറുണ്ട്, വേദപുസ്തകം എടുത്തത് കൊണ്ട് നശിച്ചു പോകണമെന്നില്ല. അതിനേക്കാൾ ഉപരി അതിലെ തിരുവചനത്തെ അനുസരിക്കുമ്പോഴാണ് നാം നാശത്തിലേക്ക് പോകാതിരിക്കുന്നത്. വേദപുസ്തകം ഒത്തിരി പേരെടുക്കുന്നില്ലേ? നമുക്കറിയാവുന്ന ഒത്തിരി പേരെടുക്കുന്നുണ്ട്, കൊണ്ട് നടക്കുന്നുണ്ട്. പക്ഷേ ഈ തിരുവചനത്തിന്റെ മർമ്മങ്ങളെ, ആത്മീയ സത്യങ്ങളെ, ആമേൻ, പരിശുദ്ധാത്മാവ് നമ്മളോടാണ് സംസാരിച്ച് നമ്മളെയാണ് സത്യത്തില് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവജനമേ, ഒരിക്കലും നാം പിന്മാറി പോകുവാനോ ഈ വചനം വിട്ട് മാറിപ്പോവാനോ ഇടയായി തീരരുത്. ഈ ലോകത്തിലെ പിശാച് ആരെ വിഴുങ്ങണമെന്ന് ഭൂമിയിൽ ഊടാടി നടക്കുക. അതുകൊണ്ട് നിങ്ങൾ ഉറപ്പും ധൈര്യമുള്ളവരായി ഈ നാളുകളിൽ ആമേൻ ദൈവത്തിന് പ്രയോജനമുള്ളവരായി മാറുവാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, തീർന്നില്ല. ഇതിനിടയ്ക്ക് എൻ്റെ മാതാവിന്റെ ഒരു വിഷയം ഞാൻ പറഞ്ഞു തരുവാനായി എന്നെ ഒരു പുരോഹിതനാക്കുവാൻ വേണ്ടി നേർന്നതാണ്. അമ്മ പ്രാർത്ഥിച്ചുകൊണ്ട്, ഇവനെ ഞാനൊരു വൈദികനാക്കണമെന്ന്. നാം സഭാപ്രസംഗം 11-ാം അധ്യായത്തിന്റെ 1 വായിക്കുന്നത്, നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ ഏറിയ നാൾ കഴിഞ്ഞ് നിനക്കത് തിരികെ ലഭിക്കുമെന്ന് എന്റെ മാതാവ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നാൽ സ്വർഗത്തിലെ ദൈവം ചെയ്തത്, രാജകീയ പുരോഹിത വർഗമായി നമ്മെ മാറ്റി, സ്വന്തം ജനമായി നമ്മെ അവൻ മാറ്റി. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ വംശമായി നമ്മെ മാറ്റി. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അങ്ങനെ അതിശയകരമായി ദൈവം തമ്പുരാൻ എന്നെയും കുടുംബത്തെയും നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടങ്ങളിലാണെങ്കിൽ തന്നെയും ഞങ്ങള് പല സ്ഥലങ്ങളിലും പല ഭവനങ്ങളിലെല്ലാം കയറി ഇറങ്ങുമ്പോൾ ചില ഭവനങ്ങളിൽ അവർ വാതിൽക്കൽ നിന്നുകൊണ്ട് തന്നെ പറയും, ഞങ്ങൾക്ക് ഞങ്ങളുടെ പള്ളിയുണ്ട്, ഞങ്ങളുടെ പുരോഹിതന്മാരുണ്ട്, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുന്ന ബ്രദർമാരുണ്ട്, ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം എന്ന് പറയും. ഞങ്ങള് ചില ഭവനങ്ങളിൽ ഞങ്ങളെ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കാറുണ്ട്. അങ്ങനെയുള്ള ഭവനങ്ങളിൽ ഞങ്ങൾ കടന്നു പോകാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. ഈ ദേശത്ത് ഞങ്ങൾക്ക് തന്ന ആ കൂട്ടായ്മ അനുഗ്രഹത്തോടെ ഞങ്ങൾ നടത്തിക്കൊണ്ട് പോവുകയാണ്. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ. ഈ ആരോമ TV-യില് ഞാൻ പല ദേവദാസന്മാരുടെ കേൾക്കുവാനിടയായി. വളരെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ, വളരെ അനുഗ്രഹം, വളരെ വിലപ്പെട്ട വിലയേറിയ സാക്ഷ്യങ്ങൾ ഈ ആരോമ TV-യിലൂടെ കേൾക്കുവാനിടയായിട്ടുണ്ട്. കാലം ഇനി അധിക നാളില്ല. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളും
നമുക്ക് വേണ്ടി അടച്ചുകൊണ്ടിരിക്കുക പിശാച്. ഇന്ത്യയുടെ പല ഭാഗങ്ങളും അടച്ചിരിക്കുന്നു. കേരളത്തിൽ പോലും അങ്ങിങ്ങായി ദൈവജനത്തിന്, ദൈവദാസന്മാർക്ക്, ദൈവപ്രവർത്തികൾക്കെതിരെ എഴുന്നേറ്റുകൊണ്ടിരിക്കുന്ന കാലമാണ്. അതുകൊണ്ട് ലഭിക്കുന്ന സമയം, കിട്ടുന്ന അവസരങ്ങൾ തക്കത്തിന് ഉപയോഗിച്ച് സമയം പാഴാക്കി കളയാതെ നമുക്കതിനു വേണ്ടി ഒരുങ്ങേണ്ട നാളുകൾ അധികമായിരിക്കുന്നു. പ്രൈസ് ലോർഡ്. മറ്റൊരു വിഷയത്തെ ഞാൻ പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഈ ചുറ്റളവില് ഏകദേശം എനിക്കറിയാവുന്ന ഒരു 90% യുവാക്കളും മദ്യപിക്കുന്നവരും. ഞങ്ങളൊരു പരസ്യയോഗത്തിന് കടന്നുപോയി. ഇങ്ങനെ ഞങ്ങൾ പരസ്യയോഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മദ്യപിച്ച ഒരു വ്യക്തി വന്ന് മുട്ടുകുത്തിയിട്ട് പറഞ്ഞ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയാനിടയായി. ഞങ്ങൾ പ്രാർത്ഥിച്ചു. അദ്ദേഹം ഓർമ്മയുണ്ടോ ഇല്ലയോ എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. പോയി കുറെ നാൾ കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ കാണുവാനിടയായി. ഞാൻ പറഞ്ഞു, സഹോദര ഓർമ്മയുണ്ടോ? ഞാനന്ന് കുടിച്ചിരുന്നു, ഞാൻ പ്രാർത്ഥിച്ച ഓർമ്മ, ചെറുതായിട്ട് ഓർമ്മയുണ്ടെന്ന് പറയാനിടയായി. എന്നാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി അദ്ദേഹത്തിന്റെ ഭവനത്തിൽ കടന്നുപോയി സുവിശേഷം പറയുവാനും പ്രാർത്ഥിക്കുവാനും ഇടയായിക്കൊണ്ടിരിക്കുന്നു. ഞാൻ കടന്നു പോകുന്ന അവസരങ്ങളിൽ, വരുമെന്ന് പറയുന്ന അവസരത്തിൽ അദ്ദേഹം മദ്യപിക്കാറുണ്ട്. ഞാൻ ഈയിടെ കടന്നു ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ദൈവദാസൻ വരുന്നെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മദ്യപിക്കാതിരിക്കുക. അവസരങ്ങൾ പാഴാക്കി കളയാതെ, അവരെ നാം പ്രകോപിപ്പിക്കാതെ നമ്മളിൽ ഏൽപ്പിച്ചത് വളരെ സന്തോഷത്തോടെ. ഞാൻ ഒരു കാര്യം നിങ്ങളോട് ഓർപ്പിച്ചിരുന്നല്ലോ. എന്നോട് സുവിശേഷം പറഞ്ഞ ബാബു എന്ന് പറയുന്ന വർഗീസ് തോമസ് വളരെ സൗമ്യനായി, വളരെ വളരെ സൗമ്യനായാണ് എന്നോട് സുവിശേഷം പറഞ്ഞത്. ആ ഒരു സുവിശേഷ രീതി നമ്മൾ ഈ നാളുകളിൽ സ്വീകരിക്കേണ്ടത്. ആരെയും പ്രകോപിക്കാതെ. നമ്മൾ തിരുവചനം വായിക്കാതെ അറിയാം, ചില സ്ഥലങ്ങളിലെല്ലാം കർത്താവ് വാങ്ങിപ്പോയെന്ന് എഴുതി. വിഷയങ്ങൾ ഉണ്ടാകണ്ട എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഈ സാക്ഷ്യത്തിന്റെ ഇടയ്ക്ക് വചനം പറഞ്ഞ് ഞാൻ പ്രസംഗിക്കാനല്ല, നിങ്ങൾ ഓർപ്പിക്കുക. വളരെ ഇത് സൃഷ്ടിക്കുന്ന ഒത്തിരി ദൈവദാസന്മാർ, ഒത്തിരി പരസ്യയോഗം ചെയ്യുന്ന ഒത്തിരി ദൈവമക്കളുണ്ട്. നാം ആർക്കും പ്രകോപിക്കാതെ നമ്മുടെ സുവിശേഷത്തിന്റെ രീതി ഒന്ന് മാറ്റി നാം മുന്നേറുന്നുവെങ്കിൽ തീർച്ചയായും ഈ ഇന്ത്യാദേശം നമുക്ക് പിടിച്ചെടുക്കുവാൻ കഴിയും. ഒരൊറ്റ വ്യക്തി മൂലം ഈ രാജ്യത്തെ നശിപ്പിക്കാത്ത ദൈവമാണ് നമ്മുടെ ദൈവം. നാം വിശ്വസ്തരാണോ, ദൈവപ്രവൃത്തി കാണുവാൻ നാം ഇടയായിത്തീരും. അങ്ങനെ ഞങ്ങൾ ഇവിടെ വളരെ സന്തോഷത്തോടെ ഞങ്ങള് ഈ ദേശത്തായിരിക്കുന്നു. നിങ്ങളെല്ലാം തുടർന്ന് പ്രാർത്ഥിക്കണം. ഞാനും ഈ ആരോമ TV ഓർത്ത് പ്രാർത്ഥിക്കുവാൻ ഞാനും വരുന്ന ദിവസങ്ങളിലെല്ലാം ഞാനും ആഗ്രഹിക്കുന്നു. സ്വർഗത്തിലെ ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവ്, ഈ മനോഹരമായ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യും. നാൾതോറും ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവം, ഞങ്ങളെ കഴിഞ്ഞ നാളുകളിൽ യാക്കോബിനെ പേർ ചൊല്ലി വിളിച്ചതുപോലെ ഞങ്ങളെ പേർ ചൊല്ലി വിളിച്ച് കർത്താവെ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി ഞങ്ങളെ ജയത്തോടെ സന്തോഷത്തോടെ ഞങ്ങളെ നടത്തി പരിപാലിക്കുന്ന അങ്ങയുടെ വിശ്വസ്തയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യും. ഈ ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ ഞങ്ങൾക്ക് പലവിധമായ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഉണ്ട്. എങ്കിലും കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, നിന്റെ ഹിതം മാത്രം മതി കർത്താവ്. ലോകത്തിൽ ഒത്തിരി കഷ്ടങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും ഉണ്ട് കർത്താവ്. ലോകത്തെ ജയിച്ച ദൈവത്തെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. ശക്തിയോടെ കൃപയോടെ മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണം. പ്രത്യേകാൽ കർത്താവ് ഈ സാക്ഷ്യം കേട്ട ഓരോ ദൈവദാസിമാരെയും കുഞ്ഞുങ്ങളെയും എല്ലാവരെയും കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും കർത്താവ് അവൻ ദൈവത്തിന്റെ ആഴമേറിയ സ്നേഹം, വലിയ വിടുതല് കാണുവാൻ സ്വർഗമിടിയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിനെ ആഴത്തിൽ സ്നേഹിപ്പാൻ, അവന് വേണ്ടി ജീവിക്കുവാൻ, അവന് വേണ്ടി ഹൃദയം നൽകുവാൻ സ്വർഗം സഹായിക്കണം. ഇതൊരുക്കിയ ആരോമ TVക്കായി സ്തോത്രം ചെയ്യുന്നു. സാറിനായി സ്തോത്രം ചെയ്യുന്നു. ഇതിന്റെ സംഘാടകർക്കായി സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും കർത്താവ് സഹായിക്കണമേ. ദുഷ്ടൻ ഒരിക്കലും നോട്ടമിടുവാൻ ഇടയാകരുത്. ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് ഒരിക്കലും കർത്താവ് തടസ്സമായി തീരാതെ ആമേൻ കർത്താവ് പ്രവർത്തിക്കുമാറാണെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
ഇത് കേട്ട എല്ലാ ജനത്തെയും കർത്താവ് ആശ്വാസവും സന്തോഷവും വിടുതൽ നൽകി ധാരാളമായി കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം, സ്തോത്രം. താങ്ക് യു കർത്താവ് ദാസൻ. പ്രിയ ജോസഫ് ഡേവിഡ് അവറുകൾ ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ദൈവം നടത്തിയ അത്ഭുത വഴികളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തതോർത്ത് ദൈവത്തിന് സകല മഹത്വവും കരയേറ്റുന്നു. ജനനത്തിൽ തന്നെ തകർത്ത് കളയുവാൻ പിശാച് പദ്ധതിയിട്ടു. അതായത് ആരംഭത്തിൽ തന്നെ അവസാനം കുറിക്കുവാൻ വേണ്ടി. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ പദ്ധതി മറ്റൊന്നായിരുന്നു. അതിനെ തുരങ്കം വയ്ക്കുവാൻ പല പ്രാവശ്യവും പിശാച് പുറകെ നടന്ന് പരിപാടികൾ ആവിഷ്കരിച്ചു. എന്നാൽ ദൈവം അതിന് വിട്ടുകൊടുത്തില്ല. ദൈവത്തിന്റെ പ്രത്യേക സംരക്ഷണയും സുരക്ഷിതത്വവും ദൈവീയ പദ്ധതികളും ഒന്നൊന്നായി ജീവിതത്തിൽ തുടർന്നുകൊണ്ടേയിരുന്നു. ദൈവസന്നിധിയിൽ എടുത്ത ഓരോ തീരുമാനങ്ങൾക്കും ദൈവം അതത് സമയങ്ങളിൽ അത്ഭുതകരമായ മറുപടി തന്നു എന്ന് കാണുവാൻ തക്കവണ്ണം കഴിയും. എന്നാൽ ജീവിതത്തിൽ പല പ്രതിസന്ധികളുടെ നടുവിലും കടന്നു പോയപ്പോൾ ദൈവത്തിന്റെ പദ്ധതിയുടെ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരുവാൻ ചില സാഹചര്യങ്ങൾ അതിന് ആവശ്യമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ജനനത്തിങ്കൽ ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായി. എന്നാൽ പിന്നത്തേതിൽ വളർച്ചാ ഘട്ടത്തില് ജനിച്ചു വളർത്തപ്പെട്ട പാരമ്പര്യവുമായി ബന്ധപ്പെട്ട് ചില സമ്മർദ്ദങ്ങളുണ്ടായി. എന്നാൽ അവിടെ ഒന്നും വിട്ടുകൊടുക്കാതെ ദൈവത്തിന്റെ വചനം ഹൃദയത്തിൽ വിതയ്ക്കപ്പെടുവാൻ ചില അനുകൂലമായ സാഹചര്യങ്ങൾ കർത്താവ് ഒരുക്കി. ദൈവത്തിന്റെ വചനം ജീവിതത്തിലേക്ക്, ഹൃദയത്തിലേക്ക് അത് ഉൾനട്ട് കഴിഞ്ഞപ്പോൾ തക്ക സമയമായപ്പോൾ അത് അതിന്റെ ഫലം പുറപ്പെടുവിക്കുവാൻ ഇടയായി തീർന്നു. നിന്ദിച്ചവരുടെയും അപമാനിച്ചവരുടെയും ഉപേക്ഷിച്ചവരുടെയും ഒക്കെ മുൻപാകെ ദൈവം അല്പാൽപമായി ആമേൻ ഭൗമികമായ നന്മകളിലൂടെ ചില ആത്മീയ അനുഗ്രഹങ്ങളിലൂടെ ദൈവം വഴി നടത്തി ഇന്നയോളം കൊണ്ടുവന്ന അസാധാരണമായ ചില അനുഭവങ്ങളുടെ ഓർമ്മകൾ പങ്കുവയ്ക്കുവാൻ ഇടയായി തീർന്നല്ലോ. അത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിശേഷിയാൽ അബുദാബിയിൽ വെച്ച് നടന്നതായ ആത്മീയ കൂട്ടായ്മകൾ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തി. ജീവിത പങ്കാളി ജീവിതത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ പ്രിയ കർത്താവിന്റെ ദാസിക്കും യേശുവിനെ അറിയുവാൻ, കൽപ്പനകൾ അനുസരിക്കുവാൻ അവസരം ലഭിച്ചത് തന്നെ വലിയൊരു ഭാഗ്യകരമായ അനുഭവം. ദൈവവചനം കുടുംബമായി അനുസരിക്കുവാൻ തുടങ്ങിയപ്പോൾ പിന്നത്തേതിൽ ദൈവത്തിന്റെ ചില വാഗ്ദത്തങ്ങളും അല്പം വൈകിട്ടാണെങ്കിൽ പോലും അബ്രഹാം സാറാ ദമ്പതികൾക്ക് ദൈവം ഇസഹാക്കിനെ ദാനമായി കൊടുത്തതുപോലെ തക്ക സമയമായപ്പോൾ അല്പം വൈകിട്ടാണെങ്കിലും ദൈവം തലമുറയെ ദാനമായി നൽകി തരുവാനിടയായി തോന്നി. പിന്നത്തേതില് അബുദാബിയിൽ നടന്ന ചില ഭൗമിക നന്മകളുടെ സോഴ്സുകളെ കുറിച്ച് പറയുകയുണ്ട്. മാനുഷികമായി നോക്കിയാൽ അത് വലിയൊരു അത്ഭുതം തന്നെയാണ്. വലിയ കൂപ്പൺ പ്രൈസുകൾ ലഭിക്കുവാനും അതുപോലെ അവിടെയുള്ളതായ BMW കമ്പനിയുടെ ഒരു ഉദ്യോഗസ്ഥനായിട്ട് ജോലിക്കയറ്റം ലഭിക്കുവാനും ഒക്കെ ഇടയായി തീർന്ന ഒരുപാട് അസാധാരണമായ അനുഭവങ്ങൾ അവിടെ വെച്ചുണ്ടായല്ലോ. ഇന്ന് അതിനേക്കാളൊക്കെ ഉപരിയായി, അതിനേക്കാളൊക്കെ ശ്രേഷ്ഠമെന്ന് വേണം പറയാൻ, കർത്താവിൻ്റെ വചനം പ്രസംഗിക്കുവാൻ, അനേകരെ കർത്താവിങ്കിലേക്ക് നയിക്കുവാൻ ഇടയായി തീർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം. നമുക്ക് ഈ ഭൂമിയിൽ വെച്ച് ഭൗമികമായി ഏതൊരു നന്മയോ ഉയർച്ചയോ നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചാൽ അതെല്ലാം നശ്വരമാണ്, അതെല്ലാം മണ്ണിൽ നിന്ന് വന്നതാണ്, അത് മണ്ണിലേക്ക് തിരികെ പോകുമ്പോൾ. എന്നാൽ ആമേൻ ഒരിക്കലും നശിച്ചു പോകാത്തതായ ആമേൻ ഒരാത്മാവിന്റെ വില എന്ന് പറയുന്നത് ആമേൻ അത് സർവഭൂമിയേക്കാളും വിലയുള്ളതാണ്. ആത്മാക്കളെ വിടുവിക്കുവാൻ, ആത്മാക്കളെ രക്ഷയിലേക്ക് നയിക്കുവാൻ, ആത്മാക്കളെ കർത്താവിന്റെ അടുക്കലേക്ക് കൊണ്ടുവന്ന് ചിലരുടെയെങ്കിലും പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതുവാൻ ആമേൻ കർത്താവിന്റെ ദാസനെ കുടുംബമായി ദൈവം ഇന്ന് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. ആ ഭാഗ്യകരമായ ശുശ്രൂഷയ്ക്കായി ദൈവം ഒരുക്കിയെടുത്തതോർത്ത് ഞാൻ ദൈവത്തിന് ഒരു പ്രാവശ്യം കൂടെ നന്ദി പറയുന്നു. ആമേൻ കർത്താവ് തന്നതായ ദീർഘവീക്ഷണവും ദർശനവും ദൈവം തന്ന അനുഭവങ്ങളും ആമേൻ അല്പം പോലും ചോർന്നു പോകാതെ അത് മേൽക്കുമേൽ വർദ്ധിച്ചു വരുവാൻ സ്വർഗം കൃപ ചെയ്യട്ടെ. സൗഖ്യവും ആരോഗ്യവും ദീർഘായുസ്സും തരട്ടെ എന്ന് ഇത്തരണത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.
അരോമ TV പ്രേക്ഷകരോടൊപ്പം ഇത്രത്തോളം സമയം ഈ സാക്ഷ്യം പങ്കുവച്ചതിന് ദൈവദാസനോടുള്ളതായ നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. അരോമ TV പ്രേക്ഷകർക്ക് ഈ സാക്ഷ്യം വേറിട്ടൊരു അനുഭവമായി തീർന്നു എന്ന് തന്നെ ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതുപോലെയുള്ള അനുഭവങ്ങൾ പ്രേക്ഷകരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാനും പ്രത്യാശയിലേക്ക് നടത്തുവാനും മുഖാന്തരമായി തീരും. നിങ്ങൾ കേട്ട ശേഷം നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തേണം. സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കണം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ അവസരമുണ്ട്. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ അരോമ TV പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കും ആ പ്രാർത്ഥനയിൽ സംബന്ധിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി വീണ്ടും കൂടി കാണുവരെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com